മണിപൂരകം എന്ന് പറയുന്നതാണ് നാഭി. ആ നാഭി സ്ഥലത്ത് വരുമ്പോഴേക്കും നാഭിയുടെ താഴത്ത് അടിവയറ്റിലുള്ള ചലനം വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സംസാരിക്കുമ്പോൾ. അവിടുന്ന് അങ്ങോട്ട് ഇളകി പതുക്കെ മേപ്പെട്ടു വന്നു. ആ നാഭിയിലെത്തുമ്പോഴേക്കും അതിന് കുറേശ്ശെ ചലനവിശേഷം വന്നു തുടങ്ങി. അതുവരെ അവ്യക്തമാണ്. ഇപ്പോൾ ചലനമോ ഗമനമോ അതിനുണ്ടെന്നുള്ളത് മനസ്സിലാവും. അവിടുന്ന് അങ്ങോട്ട് മേപ്പെട്ട് കയറി. അപ്പോഴും നമുക്ക് ഒന്നും അറിയില്ല, ചലനം മാത്രമേ അറിയുന്നുള്ളൂ. കണ്ഠത്തിൻ്റെ അവിടെ എത്തുമ്പോഴേക്കോ അതിൻ്റെ പ്രകൃതങ്ങൾ കുറേശ്ശെയായി മാറി. സ്വതവേ നമ്മുടെ ശബ്ദത്തിന് 4ആയിട്ടാണ് പറയുക. പര എന്ന് പറഞ്ഞാൽ അവ്യക്തമായിരിക്കുന്ന തുടക്കം, പശ്യന്തി എന്ന് പറഞ്ഞാൽ കാണാവുന്ന നാഭീചലനങ്ങൾ, പിന്നെ അതിന് രൂപം കിട്ടുന്നതിൽ മധ്യമം എന്ന് പറഞ്ഞാൽ തൊണ്ട വരെ ആയപ്പോഴേക്കും മധ്യമമായി. അത് കഴിഞ്ഞാലോ വൈഖരി എന്ന് പറയുമ്പോൾ വാചാലമായിട്ടുള്ള ഒരു പ്രകടനമായി. എന്തൊക്കെയാ നമ്മുടെ വായിൽ നിന്ന് അക്ഷരങ്ങളും വാക്കുകളുമായിട്ട് വരിക. നമ്മുടെ പദങ്ങളെ കൂട്ടിച്ചേർത്ത് എത്ര വേണമെങ്കിലും എഴുതാം. ദണ്ഡി എന്ന് പറഞ്ഞൊരു മഹാകവി ഉണ്ടായിരുന്നു. അദ്ദേഹം ദശകുമാര ചരിതം എഴുതിയിട്ടുണ്ട്. അതിലെ പദങ്ങളൊക്കെ വലിയ നീളമുള്ളതാണ്. തത്ര വീരഭടപടലോ തരംഗ കുഞ്ചര മകര ഭീഷണ സകല രിപുഗണ കടക ജലന മന്നനായ, അങ്ങനെയൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ ശബ്ദം ഇന്ന പ്രകാരത്തിൽ വരണം എന്നില്ല. ധാരാളം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന്, വായുടെ ഉള്ളിൽ നിന്ന് വരാം. ആ ശബ്ദം മുഴുവനും വെറും കവിള് തട്ടി വന്നു, നാവ് കൊണ്ടുണ്ടായി, തൊണ്ണുകൊണ്ടുണ്ടായി, പല്ലും ചുണ്ടും കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റില്ല. ഇത് രൂപീകരിക്കാനായി ആണ് ജീവൻ പ്രാണനെ കൂട്ടുപിടിച്ച് മനസ്സ് എന്ന് പറയുന്ന സൂക്ഷ്മരൂപം കൈക്കൊണ്ട് അകത്തേക്ക് ചെന്ന് ചോടുവരെ എത്തി അവിടുന്ന് കുറേശ്ശെയായിട്ട് ഓരോന്നും കൂടി വന്ന് വായിലെത്തുമ്പോഴേക്കും അതിന് അളവായി, മാത്ര, സ്വരമായി, വർണ്ണമായി, ഇതൊക്കെ ആയിട്ട്. ഇപ്പോൾ വേദങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഉദാത്തം അനുദാത്തം എന്ന് പറയുന്ന 2 ഭാഗമുണ്ട്. പിന്നെ ആ മധ്യമ സ്വരമുണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് പുറത്തു വരണു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇനി നിങ്ങളോട് ഒരു കാര്യവും കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണിത്? നമ്മുടെ ശരീരത്തിലുള്ള ജീവൻ വാസ്തവത്തിൽ ഈശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അംശമാണെന്ന് നിങ്ങളെല്ലാവരും സമ്മതിക്കുമല്ലോ? സമ്മതിക്കില്ലേ? ദേഹം ഞാൻ പറഞ്ഞതുപോലെ ഒരു നഗരമാണ്. അതെന്ത് നഗരാ? തലസ്ഥാന നഗരമാണ്. തലസ്ഥാന നഗരത്തിലാണ് രാജാക്കന്മാർ കോട്ടയും ഒക്കെ ആയിട്ട് ഇരിക്കുക. എന്നിട്ട് അവർ ഭരിക്കുന്നതോ തലസ്ഥാന നഗരത്തെ മാത്രമല്ല, അവരുടെ രാജ്യം മുഴുവനും ഭരിക്കും. അതേപോലെ ഈശ്വരാംശമോ ഈശ്വരൻ തന്നെയോ ആയിരിക്കുന്ന ഈ ജീവൻ, കണ്ടാൽ ചെറുതെന്ന് തോന്നുന്ന ഈ ദേഹം തലസ്ഥാന നഗരത്തിലിരുന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുക. രാജാവ് ഉള്ള ഭൂമിയിൽ ഒരു ഭാഗത്തെ തൻ്റെ രാജ്യമായി കണക്കാക്കി അതിനെ ഭരിക്കണേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവനോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നു എന്ന് മാത്രമല്ല ആ പ്രപഞ്ചത്തെ രചിച്ചതും ഈ ജീവനാണ്. അപ്പം രാജാവിന് രചനാശക്തിയില്ല, ജീവന് രചനാശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് സമ്മതിക്കോ? ഇത് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 9 ദ്വാരങ്ങൾ. ചിലതിലൂടെ അകത്തേക്ക് വരുന്നു, ചിലതിലൂടെ പുറത്തേക്ക് പോകുന്നു. ഈ ദ്വാരങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതാണ്, കർമ്മേന്ദ്രിയങ്ങൾ പുറത്തു പോകുന്നതാണ്. ആ പുറത്ത് കയ്യും കാലും ഒക്കെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് അനങ്ങി പോകുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. എന്നാൽ മലമൂത്ര വിസർജന ദ്വാരങ്ങൾക്ക് അനക്കമില്ല. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വിസർജിക്കുക, ഉണ്ടാക്കി അങ്ങോട്ട് തള്ളിക്കൊടുക്കുക. അതുമാതിരി വായ, ഈ ചോട്ടിലത്തെ ചുണ്ട് താഴത്തേക്ക് വരുന്നല്ലാൻ്റെ മോൾ ഭാഗം അനങ്ങില്ല. നാവും ഉള്ളിൽ ചില വ്യത്യാസങ്ങളും ചലനങ്ങളും ഉണ്ടാവും, ചുണ്ടുകളും ഉണ്ടാവും. പക്ഷേ സ്ഥാനം വിട്ടു പോകലില്ല. അങ്ങനെ ഇരുന്നു കൊണ്ട് അവ മാനുഫാക്ചർ ചെയ്യണു, പ്രസവിക്കുകയാണ് ശബ്ദത്തിന്. ഇത് ഭരിക്കണു. ഒരു കാര്യവും കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണത്? ഈ ജീവൻ ലോകത്തിനെ ഉണ്ടാക്കി ഭരിക്കണു എന്ന് സ്വാമിജി എങ്ങനെ പറഞ്ഞു? നമ്മുടെ ശരീരത്തിലുള്ള ജീവനാണോ ഈ ലോകത്തെ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കാം. ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരുമോ? ശ്രദ്ധിക്കുമോ? അതോ ബുദ്ധിയെ പണയം വയ്ക്കുമോ? നിങ്ങൾ കീഴ്ക്കട കേട്ടിട്ടുള്ളതൊക്കെ മാറ്റി വെച്ചോളിൻ, പുതിയ അറിവ് ഉണ്ടായിക്കോട്ടെ, തടസ്സപ്പെടുത്തണ്ട. എന്തിനെ നാം പരാമർശിക്കുന്നുണ്ട് ഈ ലോകത്തിൽ എന്നുണ്ടെങ്കിലും ആ പരാമർശം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുവോ അതോ പുറമേ നിന്ന് വരുന്നുവോ? ഇപ്പം ഞാൻ ലോകമുണ്ട് എന്ന് പറയണമെങ്കിൽ ഞാനവിടെ ഉണ്ടാവണം. എന്നിട്ട് ഞാൻ ലോകമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കണ്ട ലോകത്തെയാണ് പറയുന്നത്. അപ്പം ലോകമുണ്ടെന്നുള്ള പരാമർശം എവിടെ നിന്ന് പുറപ്പെടുന്നു? നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്. അപ്പം ആ മനസ്സാണ് അവിടെ വളരെ പ്രധാനമായിട്ട് മുഖ്യമായിട്ടുള്ളത്. അത് നല്ല പോലെ ഗ്രഹിക്കണം. അപ്പം നാം പരാമർശിക്കുന്ന ലോകം നമ്മുടെ അനുഭവത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് പരാമർശിക്കുന്നത്. അപ്പം ഇവിടെ ജീവൻ ഇല്ല എന്ന് വെച്ചോട്ടെ, അപ്പം ലോകാനുഭവം ഉണ്ടാവില്ല, ലോകത്തിനെ പരാമർശിക്കാനും ഉണ്ടാവില്ല. അപ്പം നാം കാണുന്ന ലോകം
കാണപ്പെടുന്ന ലോകം കണ്ണ് രചിക്കുന്നതാണ്. കണ്ണിനെ കൊണ്ട് കാണിക്കുന്നത് മനസ്സാണ്. അപ്പോൾ ഇവിടെ ജീവൻ ലോകത്തെ ഉണ്ടാക്കി ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ സ്വല്പമെങ്കിലും അതിശയോക്തിയില്ല, അർത്ഥരാഹിത്യവുമില്ല. ഇത് കേട്ട മാത്രയിൽ നിങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സമ്മതിക്കാൻ കുറച്ച് സമയമെടുക്കും. അതിനെന്ത് വേണം? നിങ്ങൾക്ക് ഭക്തി വേണം, ഭക്തി വേണം, ഭഗവത് ആശ്രയം വേണം. പോരാ, ആ ഭക്തിയെയും ഭഗവത് ആശ്രയത്തെയും ഒരു പ്രാവർത്തിക സിദ്ധാന്തമാക്കി നമ്മുടെ ജീവിതത്തിൽ അനുഭവസിദ്ധിയും പൂർണ്ണത്വവും വരാനുള്ള ഒരു മാർഗമായി പരിശീലനമാക്കി എടുക്കണം. അത് ചെയ്യുന്നത് വരെ ഇത് പൂർണ്ണമായി അംഗീകരിക്കാനോ അനുധാവനം ചെയ്യാനോ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? സയേഷ ജീവോ വിവരപ്രസൂതി പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട മനോമയം സൂക്ഷ്മമുപേത്യരൂപം മാത്രാസ്വരോ വർണ്ണയിതി സ്ഥവിഷ്ട. നമ്മുടെ വായ എന്താ എത്രയൊക്കെയാണ് പ്രസവിക്കുന്നത്? നിങ്ങൾ ജനിച്ചതിന് ശേഷം ഇതുവരെ സംസാരിച്ചിട്ടുള്ള ശബ്ദങ്ങൾ മുഴുവൻ എടുത്ത് ശേഖരിച്ച് വെച്ചാൽ എത്ര കൊട്ട വേണം അത് ശേഖരിക്കാൻ? ഉപായപ്പെട്ട പ്രസവ ശരീരത്തിലെ മനസ്സ് നടത്തുന്നത്. അപ്പോൾ എന്ത് വരണമെങ്കിൽ അവിടെ ഒരു ദ്വാരം വേണം. ആ ദ്വാരമാണ് അവിടെ പ്രധാനം, ശബ്ദത്തിന് പ്രത്യേകിച്ചും. അപ്പോൾ ഈ ശബ്ദം ഉണ്ടായിരിക്കുന്നത് വായ അതിൻ്റെ അവസാനത്തെ ഭാഗമാണ്. നട്ടെല്ലിൻ്റെ ചോടുഭാഗത്തു നിന്ന് പുറപ്പെട്ട് മോള് വരെ എത്തി വായിൽ വരുമ്പോഴാണ് വൈഖരി എന്ന് പറയുന്ന കേൾക്കാവുന്ന ശബ്ദമാവുന്നത്. പക്ഷേ ആ ശബ്ദത്തിൻ്റെ അക്ഷരങ്ങളോ വടിവോ ഹ്രസ്വദീർഘങ്ങളോ ഉദാത്താനുദാത്തങ്ങളോ ഒക്കെ രൂപപ്പെട്ട് അങ്ങനെ വടിവായി ശ്രവ്യമധുരമായി വരുന്നത് നട്ടെല്ലിൻ്റെ ചോട്ടിന്ന് തുടങ്ങി ഇതുവരെയുള്ള പ്രവർത്തനം കൊണ്ടും പ്രതികരണം കൊണ്ടുമാണെന്ന് നല്ല പോലെ മനസ്സിലാക്കുക. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ കുറേ കൊല്ലം കഴിഞ്ഞ് ഈ പറയുന്നത് ശരിയാണ് എന്ന് ആധുനിക പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ വരെ സമ്മതിക്കും. ഓ, ഈ പറയുന്നത് ശരി തന്നെയാണ്. റിസർച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശബ്ദം എന്ന് പറയുന്നത് വെറും കണ്ഠത്തിൽ നിന്നോ നാവിൽ നിന്നോ വരുന്നതല്ല, അതിൽ നട്ടെല്ല് മുഴുവൻ ഉള്ളടങ്ങുന്നുണ്ട് എന്നൊരു കണ്ടുപിടുത്തത്തിന് ഒരു പക്ഷേ കാലതാമസം വരാം, അല്ല കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. കൃഷ്ണൻ പറയാണ്, യഥാനലഖേ അനിലബന്ധുരൂഷ്മ ബലേന ദാരുണ്യധിമധ്യമാന അണുഃപ്രജാതോ ഹവിഷാ സമിധ്യതേ തഥൈവ മേ വ്യക്തിരിയം ഹി വാണി. ഈ വാക്ക് വാസ്തവത്തിൽ മനുഷ്യൻ്റെ വാക്കല്ല, ഇത് എൻ്റെ വാക്കാണ്, ഇത് ഈശ്വരൻ്റെ വാക്കാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചു, എൻ്റെ സംസാരം കേമായി. ഭൂമാനന്ദ സ്വാമിജി അസലായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്ത് ഭൂമാനന്ദ സ്വാമി, എന്ത് അസൽ? എവിടെയാണ് ഇവിടെ ഭൂമാനന്ദ സ്വാമി? ഒരു ഭൂമാനന്ദനും ഇല്ല, സ്വാമിയില്ല. ഒരു ശരീരം, ആ ശരീരത്തിൽ ഒരു ജീവൻ പ്രവേശിച്ചു. ആ ശരീരത്തിലുള്ള ജീവൻ അതിനനുസരിച്ച് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അത് സംസാരിക്കുന്നു. അതിൽ ഭൂമാനന്ദ സ്വാമിജിക്ക് എന്താ അതിൽ ക്രെഡിറ്റോ ഡിസ്ക്രെഡിറ്റോ ഉള്ളത്? വായിൽ നിന്നാണ് വാക്ക് വരുന്നത്. അത് മൂലാധാരം വരെ ചെന്നെത്തിയിട്ട് പുറത്തു വരിക, മേപ്പെട്ട് കയറുകയാണ്. കയറി വരുമ്പോൾ അതിന് സൂക്ഷ്മം സ്ഥൂലമായി അവസാനം മാത്ര സ്വരം വർണ്ണം എന്നുള്ള സമയത്ത് പുറത്തു വരുന്നു. ഇതിനുള്ള അറേഞ്ച്മെൻറ്റ് പ്രകൃതിയും ഈശ്വരനും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭൂമാനന്ദ സ്വാമിയോ സംസാരമോ അവിടെ ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുമോ? ഇത് ഏതുപോലെയാണ് നടക്കുന്നത്? യഥാനലഖേ അനിലബന്ധുരൂഷ്മ ബലേന ദാരുണ്യധിമധ്യമാന. ഈ ലോകത്തിൽ ഭൂമിക്ക് ചുറ്റും ഊഷ്മാവ്, ചൂടിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ. ആ നിറഞ്ഞു നിൽക്കുന്ന ചൂട് അവ്യക്തമാണ്, കാണാൻ പറ്റില്ല. അതെന്ത് ചെയ്തു? അനിലബന്ധുരൂഷ്മ, കാറ്റിനെ കൂട്ടുപിടിച്ച് ബലേന ദാരുണ്യധിമധ്യമാന, മരത്തിൻ്റെ ഉള്ളിൽ 2 അരണി വെച്ചു, എന്നിട്ട് കടഞ്ഞു. അങ്ങനെ കടയുന്ന സമയത്ത് ബലം പ്രയോഗിച്ച് ഇങ്ങനെ കടഞ്ഞപ്പോൾ അണുഹു പ്രജാതോ, അവിടെ മിന്നിക്കൊണ്ട് ഒരു അണുവായിട്ട് വന്നു. അത് വരുന്നത് കണ്ട് മിന്നലായി. ആദ്യം മിന്നലുണ്ടായിരുന്നില്ല, തീപ്പൊരിയായപ്പോൾ പഞ്ഞ് അവിടെ വച്ചു. ആ പഞ്ഞു കൊണ്ട് അതിനെ പിടിച്ചിട്ടോ സമിത്തുകളെല്ലാം കൂടി അവിടെ വച്ചപ്പോഴോ കത്തിജ്വലിക്കാൻ തുടങ്ങി. അപ്പോൾ ചൂട്, അദൃശ്യമായിരിക്കുന്ന ചൂട് ദൃശ്യമായിരിക്കുന്ന പ്രകാശമായി. അതുപോലെയാണ് തഥൈവമേ വ്യക്തിരിയം ഹി വാണി, എൻ്റെ വാക്ക് വ്യക്തിത്വം പൂണ്ടത് ഇതേപോലെയാണ്. അന്തരീക്ഷത്തിൽ നിന്നുള്ള ചൂട് കടഞ്ഞ് തീപ്പൊരിയായി അതിൽ പഞ്ഞ് വെച്ച് സമിത്ത് വെച്ച് നമ്മുടെ ഉപയോഗ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിജ്വലിപ്പിക്കുന്നത് പോലെ ഈ മനുഷ്യ ശരീരത്തിലൂടെ വാക്കുകളെ പുറപ്പെടുവിച്ച് പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിലിവിടെ.
ഈ പ്രവൃത്തി ചെയ്തത് എന്തിനാ? ചേതനാമയനായിരിക്കുന്ന ജീവൻ സ്വയം വ്യക്തമാകാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിശ്വത്തിൽ ഇങ്ങനെ വിശേഷപ്പെട്ട ഒരു പരമാത്മ പ്രഭാവമുണ്ടെന്ന് മനസ്സിലാവുകയെ ഒന്നും ചെയ്യില്ല. അത് മനുഷ്യ ശരീരത്തിലൂടെ അങ്ങോട്ട് പ്രകടമാക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കാണുന്നതിൻ്റെ അനന്തത മനസ്സിലാക്കാനും അനന്ത പ്രപഞ്ചത്തിൽ അധിവസിക്കുന്ന വിഭിന്ന ശക്തികളെക്കുറിച്ച് ഗ്രഹിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അതല്ലെങ്കിലോ മനുഷ്യന് വായൂല്യ നട്ടല്ലൂല്യ എന്ന് വന്നാൽ ഈ ലോകവും ഇതൊക്കെ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം. അതങ്ങനെ കഴിയും. നിങ്ങൾക്കൊരു വസ്തു മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ഈ പുരുഷത്വമാണ് ഇതിന് മുഴുവനും പ്രമാണം. പ്രമാണം പ്രമാണം പരമാത്മാവും അവ്യക്തവുമായിരിക്കുന്ന പരമേശ്വരൻ. ആ പരമേശ്വരൻ ഈ ചൂട് വിട്ട് അഗ്നി ഉണ്ടായതുപോലെയാണ് ഈ ശരീരത്തിൽ പ്രവേശിച്ച് ആശയങ്ങളും വർണ്ണങ്ങളും സ്വരങ്ങളും മാത്രകളുമൊക്കെയായി പുറത്തു വരുന്നത്. ഇത് വാസ്തവത്തിൽ ധ്രുവൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്തുതിക്കുന്നുണ്ട്. ആ ശ്ലോകം ഞാൻ എവിടെയും പറയാറുണ്ട്. എവിടെയെങ്കിലും ചെന്ന് ഞങ്ങൾ എവിടെ ചെന്ന് വിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിലും ആ വിളക്ക് കൊളുത്തുന്ന സമയത്ത് പിന്നുന്ന നമ്മുടെ ശിഷ്യന്മാരോട് ആരോടെങ്കിലും ഈ ശ്ലോകം പറയാൻ പറയും. ഏത്? യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നിങ്ങൾക്ക് ഭഗവാനെ എങ്ങനെ വേണമെങ്കിൽ സ്തുതിക്കാം. പക്ഷേ എങ്ങനെ സ്തുതിച്ചാലാണ് നിങ്ങളുടെ ഉദ്ദേശം സഫലമാവുക, സത്യം മനസ്സിലാവുക എന്നുള്ളതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഭാഗവതത്തിൽ പലവിധത്തിലുള്ള സ്തുതികളുണ്ട്. അതിൽ ആ ധ്രുവൻ, കൊച്ചു ധ്രുവൻ മഹാവിഷ്ണു 5-ാമത്തെ മാസം പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക പാവം. അപ്പം മഹാവിഷ്ണുവിൻ്റെ ചതുർഭുജധാരിയായ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഉറക്കം നിർത്തി, ഊണ് നിർത്തി, വെള്ളം കുടി നിർത്തി, വായു മാത്രം ഭക്ഷണമേ ഉള്ളൂ, അതും നിർത്തിയ മട്ട പെട്ടെന്ന് ആ ഉള്ളിലുള്ള ആ പ്രകാശം കാണുന്നത് ഠപ്പ് അങ്ങോട്ട് ഇല്ലാണ്ടായി. ഇല്ലാണ്ടായപ്പോൾ വലിയൊരു ഞെട്ടൽ. എന്താണാവോ പറ്റിയതെന്ന് പറഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷമായിട്ട് നിൽക്കുക. പെട്ടെന്ന് പരിഭ്രമിച്ചു പാവം. എന്താ പറയണ്ടേന്ന് അറിയില്ല. എങ്ങനെയാ? ഒന്നും പറയില്ലല്ലോ. മഹാവിഷ്ണു വരുന്നോ പ്രത്യക്ഷമാവുന്നോ ഒന്നും അറിയില്ല. ഉള്ളിൽ കണ്ടുകൊണ്ടിരുന്നു. ആ ഉള്ളിലുള്ള പ്രകാശ പോയപ്പോൾ ഇടിവെട്ട് കൊണ്ട മാതിരിയായി. നോക്കിയപ്പോഴോ മുമ്പിൽ നിൽക്കണു. പാവം ഈ 5 വയസ്സായ കുട്ടി എന്താ ചെയ്യുക? പരിഭ്രമിച്ചു നിന്നു. അപ്പോൾ സാധാരണ ഭഗവാനെ കണ്ടാൽ സ്തുതിക്കുകയാണല്ലോ ചെയ്യുക. മുതിർന്നവരെ കണ്ടാൽ 4 വാക്ക് പറയും. അപ്പോൾ ഈ കുട്ടിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കയ്യിലുള്ള ശംഖു കൊണ്ട് കവിളൊന്ന് തലോടിയത്. ആ ശംഖിൽ നിന്ന് പുറപ്പെടുന്ന മാതിരി കുട്ടി സംസാരിക്കാൻ തുടങ്ങി ശബ്ദം. അതിൽ ആദ്യത്തെ ശ്ലോകം അത്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എങ്ങനെയാ സ്തുതിക്കണതെന്നറിയോ? പുരുഷായ തുഭ്യം, പുരുഷനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. എന്താ ഈ പുരുഷ ശബ്ദത്തിനർത്ഥം? മനുഷ്യ ശരീരമാണ് പുരുഷൻ. വേറെ ഒന്നിനെയും നാം പുരുഷൻ എന്ന് പറയാറില്ല. ഏതാ അങ്ങനെ നമസ്കരിക്കാൻ കാരണം? യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. ബാക്കിയുള്ളതൊക്കെ മാറ്റി നിർത്തൂ. എന്നെ, എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ഈ വാക്കിനെ സഞ്ജീവയതി, അങ്ങ് ഉജ്ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. എങ്ങനെയാ അത് സാധിക്കുന്നത്? അഖില ശക്തിധര, അങ്ങയുടെ കയ്യിൽ എല്ലാ ശക്തിയുമുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിച്ച പദം എന്താ? സർവശക്തി ഉപബൃംഹിതം. എല്ലാ വിധത്തിലുള്ള ശക്തിയോടും കൂടിച്ചേർന്നതായി എന്നെ ഈ പുരുഷ ശരീരത്തിൽ കാണുന്നു എന്ന് പറഞ്ഞ പോയിന്റാണ് ഇവിടെ പറയുന്നത്. അഖില ശക്തിധരനായിരിക്കുന്ന അങ്ങ് അങ്ങയുടെ സ്വധാംന, വെറും അധിവാസത്താൽ മാത്രം എൻ്റെ ഉറങ്ങിക്കിടക്കുന്ന വാക്കിനെ ഉജ്ജീവിപ്പിക്കുന്നു. അത് മാത്രമാണോ? അല്ല. അന്യാംശ, ബാക്കി, ഹസ്ത ചരണ ശ്രവണ ത്വഗാദീൻ, കയ്യ്, കാല്, കാത്, ത്വക്ക്, പ്രാണാൻ, പ്രാണനെയും നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അങ്ങനെ പ്രാണനെ അടക്കം എല്ലാറ്റിനെയും സഞ്ചാലനം ചെയ്യിപ്പിച്ചുകൊണ്ട് അകത്ത് അധിവസിക്കുന്നു. അങ്ങ് ഒന്നും ചെയ്യണില്ല, അഖില ശക്തിധരനാണ്. ആ പുരുഷനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പം ഭഗവാൻ ആരാ? നിങ്ങൾ തന്നെ പറയും. പുറത്തുള്ള സാങ്കല്പികമായ ഒരു ചതുർഭുജധാരിയോ അതോ നമ്മുടെ ശരീരത്തിൽ തന്നെ അധിവസിക്കുന്ന ആ വിശേഷപ്പെട്ട പ്രഭാവമോ? നിങ്ങൾ തന്നെ മറുപടി പറയും. ഈശ്വരനെ എല്ലാവരും ദൂരത്താക്കി വാതിലടക്കിയ
ഒരൊറ്റ ആള് അകത്തുണ്ടെന്നുള്ളത് സമ്മതിക്കാൻ ഒരുക്കമില്ല. എന്താ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒന്ന് സംശുദ്ധമാവേണ്ടി വരുമല്ലേ. പിന്നെ കള്ളത്തരം പറ്റില്ല, കളവ് പറ്റില്ല. അതുകൊണ്ടുള്ള പേടിയാ. ഞാൻ എപ്പോഴും പറയണത് കള്ളനും ഈശ്വരനെ വിളിക്കണം, അപ്പോളേ കളവിന് കൂടി നന്നാവുള്ളൂ. ആ കക്കണ ബുദ്ധി ഒന്ന് മാറും. രത്നാകരൻ കള്ളനായിരുന്നല്ലോ, അദ്ദേഹം ഇപ്പോഴും കക്കണുണ്ട്. അദ്ദേഹത്തിൻ്റെ രാമായണം മൂലം എത്ര മനസ്സിനെയാ കക്കണത്. അന്ന് കട്ടത് കയ്യിലുള്ള പണ, ഇന്ന് അദ്ദേഹം കട്ടുകൊണ്ടിരിക്കണതോ മനുഷ്യരുടെ മാലിന്യം, മനുഷ്യരുടെ പാപം, മനുഷ്യരുടെ ഭ്രമമോഹങ്ങൾ കട്ടുകൊണ്ടിരിക്കുക. അതേമാതിരി കള്ളന്മാരും നല്ലവരും സർവ്വാൾക്കാരും ഈശ്വരനെ വിളിക്കണം. അങ്ങനെ വിളിക്കുമ്പോൾ അവരുടെ മനസ്സ് തന്നെ നന്നാവും. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അതാണ് ഇവിടെയും പറയുന്നത്. ഇവിടെയും കൃഷ്ണൻ പറയണത് അതാ. അപ്പോൾ ഈ സംശയങ്ങൾ പോവാൻ വേണ്ടി മനുഷ്യജീവനെ പറ്റി, ഈ ജീവൻ തന്നെയാണ് വാസ്തവത്തിൽ ഈശ്വരൻ. അദ്ദേഹം ഇങ്ങനെ മനുഷ്യദേഹത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തെ വെളിപ്പെടുത്താനാണ്. മൃഗം ഈ ലോകത്തെ കാണുന്നു, നമ്മളും കാണുന്നു. നമ്മൾ കാണുന്നതൊക്കെ മൃഗങ്ങളും കാണുന്നുണ്ട്. പക്ഷെ ആ മൃഗങ്ങൾക്ക് ഈശ്വരനുണ്ടെന്ന് അറിയാമോ? ആ മൃഗങ്ങൾക്ക് അഖില ശക്തികളെ പറ്റി അറിയാമോ? അറിയില്ലല്ലോ. അവർ മാക്സിമം പറക്കും, ചാടും, ഓടും, തിന്നും, ഉറങ്ങും, കുറച്ചൊക്കെ ദാമ്പത്യം കൊണ്ട് നടക്കും. അങ്ങനെ വംശം നിലനിൽക്കും, പോവും. നമുക്ക് മാത്രമല്ലേ സംസാരിച്ച് പുസ്തകങ്ങൾ എഴുതാനും ടെലികാസ്റ്റ് നടത്താനും കേൾക്കാനും ശാസ്ത്രങ്ങൾ രചിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഇവിടെ അഖില ശക്തിധരനായിട്ടൊരു ശക്തിയുണ്ട് എന്ന് ആര് പറയും? അവർക്ക് പറയാനറിയില്ല. അപ്പോൾ ഇതൊക്കെ ഈ പുരുഷ ശരീരത്തിൻ്റെ മഹിമയാണ്, അതിലുള്ള ജീവനാണ് ഇതിൽ പ്രമാണം. ആ ജീവനെ മനസ്സിലാക്കണം, അതാണ് ആവശ്യം എന്ന് പറഞ്ഞ് ഉദ്ധവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രംഗാണ്. ഏവം ഗതിഃ കർമ്മ ഗതിർവിസർഗോ, ഏവം ഗതിഹി, ഗതിഹി എന്നാണ് ശബ്ദം. ഏവം ഗതിഃ കർമ്മ ഗതിർവിസർഗോ ഘ്രാണോ രസോ ദൃക് സ്പർശശ്രുതിശ്ച സങ്കല്പ വിജ്ഞാനമഥാഭിമാനഃ സൂത്രം രജസത്വതമോ വികാരഃ. ഏവം ഗതിഃ കർമ്മ ഗതിർ വിസർഗോ. ഇപ്പം എന്തു പറഞ്ഞു? ആകാശത്തിൽ ഊഷ്മ ചൂടായിരിക്കുന്ന അഗ്നി അരണിയിലൂടെ കടഞ്ഞപ്പോൾ അത് പ്രകാശമായിട്ടുള്ള പൊരിയായി, അതിൽ പഞ്ഞി ചേർത്തു, സമിത്തുണ്ടാക്കി. അപ്പോൾ വലിയ അഗ്നിയും ജ്വാലയുമായി തീർന്നു. അങ്ങനെ അവ്യക്തതയിൽ നിന്ന് വ്യക്തമായതുപോലെ ഇവിടെ പറയുന്നു ഏവം ഗതിഹി. ഇങ്ങനെയാണ് അവ്യക്തമായിരിക്കുന്ന ശബ്ദം സംഭാഷണ രൂപത്തിൽ വ്യക്തമാകുന്നത്. മാത്രമോ കർമ്മ, പല വിധത്തിലുള്ള ഗതികൾ, ഗമനങ്ങൾ, പ്രവൃത്തികൾ. എന്താ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചലനാത്മകം ഹി കർമ്മ എന്നാണ് പറയുക. ഏത് പ്രവൃത്തിയും ചലനസ്വരൂപത്തിലുള്ളതാണ്. ചലനസ്വരൂപത്തിലുള്ളതാണ് ഏത് പ്രവൃത്തിയും. ചലനമില്ലാതെ ഒരു പ്രവൃത്തിയില്ല, സ്പന്ദനമില്ലാതെ ഒരു പ്രവൃത്തിയില്ല. സ്പന്ദനം സൂക്ഷ്മചലനമാണ്, പ്രകടമായ ചലനമാണ് ഗമനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള പ്രവൃത്തികളും ഗതിഹി, പോക്ക്, വിസർഗ, വിസർജനം എന്തൊക്കെയുണ്ടോ അത്. നമ്മുടെ ബീജവിസർജനം, ഗർഭപാത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതടക്കം. ഘ്രാണോ, വാസനിക്കുക, മണക്കുക. രസഹ, നാവുകൊണ്ട് രുചിക്കുക. ദൃക്, കണ്ണുകൊണ്ട് കാണുക. സ്പർശ, തൊലി കൊണ്ട് തൊടുക. ശ്രുതിശ്ച, കാതുകൊണ്ട് കേൾക്കുക. അപ്പോൾ പുറമേയുള്ളതൊക്കെയായി ഈ ശരീരത്തിൽ പലവിധ അംഗോപാംഗങ്ങളും ഇന്ദ്രിയങ്ങളുമായി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ആദ്യത്തെ 2 വരി കൊണ്ട് പറഞ്ഞത്. ഏവം ഗതിഃ കർമ്മ ഗതിർ വിസർഗോ ഘ്രാണോ രസോ ദൃക് സ്പർശശ്രുതിശ്ച സങ്കല്പ വിജ്ഞാനമഥാഭിമാനഃ. ഇനി ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലുമുണ്ട് പല വിധത്തിലുള്ള പ്രവൃത്തികളും ചലനങ്ങളും സ്പന്ദനങ്ങളും ഒക്കെ. എന്തൊക്കെയാ അത്? സങ്കല്പ വിജ്ഞാനമഥാഭിമാനഃ. പലതരത്തിലും ചിത്രീകരിക്കാം. കൃഷ്ണൻ ഇവിടെ ചിത്രീകരിക്കുന്നത് 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. സങ്കല്പം, നമ്മുടെ മനസ്സുകൊണ്ട് പല വിധത്തിലുള്ള വേണം വേണ്ടായികളൊക്കെ നമുക്കുണ്ട്. അപ്പം ആഗ്രഹം, ആഗ്രഹത്തെ പുരസ്കരിച്ചുകൊണ്ടുള്ള എന്തെല്ലാം ചിന്താഗതികളുണ്ടോ അത് മുഴുവനും. വിജ്ഞാനം, ബുദ്ധി ഉപയോഗിച്ച് നേടിയെടുക്കുന്നതാണ് അറിവ്. അപ്പോൾ ബുദ്ധിയുടെ പ്രവർത്തന ഫലം ജ്ഞാനം, മനസ്സിൻ്റെ പ്രവർത്തന ഫലം സങ്കല്പം. അഥ അഭിമാനഃ, നമുക്ക് ഞാൻ എന്നൊരു തോന്നലും അഭിമാനവുമുണ്ട്. സൂത്രം രജസത്വതമോ വികാരഃ. സൂത്രം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണധാരണം, എല്ലാറ്റിനെയും ധരിക്കുക. രജസത്വതമോ വികാരഃ. രജസ് രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം. ഈ 3 എണ്ണത്തിൻ്റെയും പല വിധത്തിലുള്ളതായ വികാര മിശ്രണങ്ങൾ. ഇത് മുഴുവനും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാ. എങ്ങനെ? ഈ ഗുഹാം പ്രവിഷ്ട, ഗുഹയിൽ പ്രവേശിച്ച് ശബ്ദം എങ്ങനെ ഉണ്ടായോ
അതേമാതിരി മറ്റു പ്രകാരത്തിലുള്ള ചലനങ്ങളും ഗ്രഹണങ്ങളുമാണ് ഇവിടെ ഒക്കെ നടക്കുന്നത്. ഈ ചലനങ്ങളെയും ഗ്രഹണങ്ങളെയും വെച്ചുകൊണ്ടല്ലേ നാം ഈ ലോകത്തിന് പേര് പറയുന്നതും. ശാസ്ത്രജ്ഞന്മാരെന്തൊക്കെയാ പറയണത്? ലൈറ്റ് ഇയേഴ്സ് എന്ന് പറയുന്നു. ചന്ദ്രനിലേക്ക് ആളെ അയച്ചു, വേറെ ഒരെണ്ണം അങ്ങോട്ട് അയച്ചു, ഇങ്ങോട്ട് അയച്ചു. ഇതൊക്കെ ചെയ്യുന്നത് എവിടം കൊണ്ടാ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവൻ പ്രകടമാക്കുന്ന പല വിധത്തിലുള്ള ചലനങ്ങളും ഗമനങ്ങളും വിവരവും അറിവും എല്ലാം വെച്ചുകൊണ്ടാണ് ഈ നടത്തുന്നത് മുഴുവൻ. പോകണത് എത്രയാ? ലക്ഷോപലക്ഷം കിലോമീറ്റർ. ഏത് ശരീരത്തിലിരുന്ന ഈ കണക്കുകൾ മുഴുവൻ എടുത്തത് 6 അടിയോ 6.25 അടിയോ ഉയരമുള്ള ഒരു ശരീരത്തിലാണ്. ഒരു 75 കിലോ തൂക്കവും ഉണ്ടാവും. അങ്ങനെ 75 കിലോ തൂക്കവും ഒരു 6.25 അടി ഉയരവും ഉള്ള ഒരു ശരീരം വെച്ചുകൊണ്ട് ഈ അനന്തമായ ലോകത്തെ മുഴുവൻ അളന്ന് കുത്തി കുറിച്ച് എവിടേക്ക് വേണമെങ്കിൽ എന്തിനു വേണമെങ്കിൽ പറഞ്ഞേക്കാം എന്നുള്ള ഒരു നിലയായി. അപ്പോൾ ഈ ശരീരവും ഈ ജീവനുമാണോ മേലെ, അതോ ഈ ചന്ദ്രാദി ഗോളങ്ങളോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് പറയും. എനിക്ക് പലപ്പോഴും തോന്നുക നിങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിൻ്റെ വില അറിയില്ലയാണ്. അതിൻ്റെ വില അറിയില്ല. എന്താ വില? വായ മുറിയോളം തിന്നണം, കിടന്നുറങ്ങണം, ഒരു കല്യാണം കഴിക്കണം, 2 കുട്ടികളും വേണം, അവരെ പഠിപ്പിച്ച് അമേരിക്കയ്ക്ക് അയക്കണം. ഇതാണ് നിങ്ങളുടെ വിചാരം. നമ്മുടെ ശരീരം അതിനുള്ളതാണോ? അതിന് മാത്രമുള്ളതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിലിരുന്നു കൊണ്ടാണ് നാം കോടാനുകോടി ദൂരം വരെയുള്ള കിലോമീറ്റർ ദൂരം വരെയുള്ള കാര്യങ്ങൾ ഗണിക്കുന്നത്. അപ്പോൾ ഈ ഗണിക്കാനുള്ള ശക്തി എത്ര വിശേഷപ്പെട്ടതാ ഒന്ന് ആലോചിച്ച് നോക്കൂ. സങ്കല്പ വിജ്ഞാനം, ആലോചന, ഊഹാപോഹം, കണ്ടുപിടുത്തം, പല വിധത്തിലുള്ള തിരച്ചിൽ, അന്വേഷണം, ഇതൊക്കെ നടക്കണു. നമ്മുടെ ഈ വ്യഷ്ടി ഉണ്ടല്ലോ, വ്യഷ്ടി എന്ന് പറഞ്ഞാൽ മൈക്രോ ലെവലിലുള്ള ക്രിയേഷനാണ് വ്യഷ്ടി. അതാണ് മനുഷ്യൻ്റെ ജീവൻ, ശരീരം. അതിനെ വെച്ചുകൊണ്ട് ഈ സമഷ്ടിയെ മുഴുവനും നിങ്ങൾ നിസ്സംശയം ഗ്രഹിക്കണം. അതിനെ ഗ്രഹിക്കാനുള്ളതാണ് ഇതെങ്ങനെ ഉണ്ടായോ അതുപോലെ തന്നെയാണ് പാഞ്ചഭൗതികമായ പ്രപഞ്ചവും ഉണ്ടായിട്ടുള്ളത്. ഇതതിൻ്റെ മിനി മോഡലാണ്. ഒരു വലിയ ഒരു ആർക്കിടെക്ചറൽ പീസ് ഉണ്ടാക്കാൻ പുറപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടേബിൾ മോഡൽ ഉണ്ടാക്കി കാണിച്ചു തരും. അത് പക്ഷേ ആ ടേബിൾ മോഡല് ജീവനുള്ളതല്ല, കെട്ടിടവും ജീവനുള്ളതല്ല. നമ്മുടെ ശരീരം, പഞ്ചഭൂതങ്ങൾക്കില്ലാത്ത ജീവൻ ശക്തി നമുക്കുണ്ട്. ആശയരൂപീകരണം, സംസാരം പ്രസവിക്കുക, ഇതൊക്കെ നമുക്കുണ്ട്. അപ്പം നമ്മുടെ ഈ വ്യഷ്ടിയെ വെച്ചുകൊണ്ട് സമഷ്ടിയെ വേണ്ടതുപോലെ ഗ്രഹിക്കണം. രജസത്വ തമോ വികാര, ത്രിഗുണ വികാരങ്ങൾ മുഴുവനും അത് വരുത്തി തീർക്കുന്ന പരിണാമങ്ങൾ മുഴുവനും. ഇങ്ങനെ എന്തെല്ലാം ഇന്ദ്രിയങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടോ, കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നു. ഇങ്ങനെ എന്ത് അനുഭവം നടക്കുന്ന സമയത്തും നിങ്ങൾക്ക് എന്തു വേണം മനസ്സിൽ വിചാരം? ഇതൊക്കെ ഐശ്വര്യമാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരീയമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു മാനുഷ പ്രവൃത്തിയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിൻ്റെയും അതിലുള്ള ഐന്ദ്രിയ പ്രവർത്തനങ്ങളെയും എല്ലാം നല്ലപോലെ മനസ്സിലാക്കില്ലേ നിങ്ങൾ? അപ്പോൾ ഓരോ ഇന്ദ്രിയവും പ്രവർത്തിക്കുന്ന സമയത്ത് ആ പ്രവർത്തനത്തിൽ നാം കാണേണ്ടത് ഈശ്വരീയതയാണ്. ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചോളൂ. ആ ഭക്ഷണം ആർക്കാ കഴിക്കുന്നത്? ശരീരത്തിന് വിശപ്പ് മാറിയാൽ സ്വീകരിക്കുന്നത് ആമാശയമാണ്. ആ ആമാശയമാണ് അതിനെ രക്തമാക്കി രൂപാന്തരപ്പെടുത്തുന്നത്, പിന്നെയും വിശപ്പുണ്ടാക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് പങ്കുണ്ട്? ഒരു പങ്കുമില്ല. വിശക്കണു എന്നുള്ളത് നിങ്ങൾ അറിയണു. ആ വിശപ്പ് നിങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവേദനമാണ്. അത് കേട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. ആ കൊടുത്ത ഭക്ഷണം ദഹിപ്പിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് നേരെ ആമാശയത്തിലേക്ക് പോയി. ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും എല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അത് ദഹിച്ച് രക്തമായി തീരുന്നത്. ആ രക്തമായി തീരുന്നതിലോ ആ രക്തവിനിയോഗത്തിലോ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് വല്ല പങ്കുണ്ടോ? ഇല്ല. അപ്പം ഈ ശരീരം തന്നെ ജീവൻ ഉണ്ടാക്കിയതാണ്, ഈശ്വരൻ രചിച്ചതാണ്. ആ ഈശ്വരൻ രചിച്ച ശരീരത്തിന് വിശപ്പടക്കം അദ്ദേഹം രചിച്ച് നമ്മൾക്കൊരു സിഗ്നൽ തന്നു. ആ സിഗ്നലിനെ ബഹുമാനിച്ചുകൊണ്ട് നാം ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ അവിടെ ഈശ്വരീയതയല്ലേ നിങ്ങളുടെ മനസ്സിൽ തട്ടേണ്ടത്? എന്നാൽ തട്ടുന്നുണ്ടോ? ഇല്ല. ആ ഈശ്വരൻ സൃഷ്ടിച്ച ശരീരം കൈകാലുകൊണ്ട് ഉണ്ടാക്കിയിട്ടൊരു നൈവേദ്യം, ഒരു നെയ്പ്പായസമൊക്കെ ഉണ്ടാക്കി ഭഗവാൻ ഒരു കല്ലിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഈശ്വരീയതയുണ്ട്. അവിടെ ഉള്ളതിനേക്കാൾ ഈശ്വരീയത അവനവൻ്റെ വായിലിടുമ്പോഴാണ് വരേണ്ടത്. അത് വരുന്നില്ല. അത് വരണം. ഈ ലോകത്തിൽ ഒരു പൊട്ടുപോലുമില്ല ഈശ്വരനല്ലാതെ. എല്ലാ ദിക്കിലും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അത് ഏറ്റവും അധികം നമുക്ക് വ്യക്തിയമായി അനുഭവപ്പെടുന്നത് അവനവൻ്റെ ദേഹത്തിലും മനസ്സിലും ബുദ്ധിയിലും അന്തരംഗത്തിലുമാണ്. അതാണ് ഈ വൈദികന്മാരൊക്കെ പൂണോലിട്ട്
അങ്ങനെ ആചാരവും നിഷ്ഠയുമുള്ളവർ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും വിളമ്പിയ ഉടനെ നായിന മാതിരി അങ്ങോട്ട് വാരിത്തിന്നില്ലേ. അവർ വിളമ്പിയെല്ലാം കഴിഞ്ഞ് ശരിക്കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് വെള്ളമെടുത്ത് ഒരു പരിഷേചനം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. എന്താ അത്? മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഓം എന്നൊക്കെ ഭൂർഭുവസ്വഹ എന്നൊക്കെ പറഞ്ഞ് തെളിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? പ്രാണനായിക്കൊണ്ട് നൽകുന്നു, ഉദാനനായിക്കൊണ്ട് നൽകുന്നു, വ്യാനന് നൽകുന്നു, സമാനന് നൽകുന്നു. ഇങ്ങനെ 5 പ്രാണങ്ങൾക്കും പരബ്രഹ്മത്തിനുമാണ് ഭക്ഷണം കഴിക്കുന്നത്. എനിക്കല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ സംസ്കാരം? ആരെങ്കിലും അറിയുന്നുണ്ടോ അത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്കല്ല, പഞ്ചപ്രാണങ്ങൾക്കാണ് ഭക്ഷണം. അത് കഴിഞ്ഞാൽ പരബ്രഹ്മത്തിനും പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, ബ്രഹ്മണേ സ്വാഹ. അപ്പം നിങ്ങൾക്ക് എന്താ അവിടെ പങ്ക്? ഒരു പങ്കുമില്ല. വയറ് നിറച്ച് കഴിക്കണം. അത് കുറയ്ക്കാം അല്ലെങ്കിൽ അല്പം കൂട്ടാം. അതും കൂടി വയറ് സമ്മതിച്ചിട്ടും മനസ്സ് സമ്മതിച്ചിട്ടുമാണ്. ആ വയറും മനസ്സും നിങ്ങളുടെയല്ല. അപ്പോൾ തൊട്ടതിലെല്ലാം ഈശ്വരീയത നമുക്ക് അനുഭവപ്പെടണം. ഓരോ ഇന്ദ്രിയവും പ്രവർത്തിക്കുമ്പോൾ അതെന്താ ചെയ്യണത്? ഈ അളക്ക് വയ്യാത്തൊരു അനന്തതയുണ്ടല്ലോ ആ സൃഷ്ടിയുടെ, ആ അനന്തതയുടെ ഒരു സെഗ്മെൻ്റാണ് ഓരോ ഇന്ദ്രിയവും കാണുന്നതും മനസ്സിലാക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ട് വിശാലത മുഴുവൻ ഗ്രഹിക്കുമ്പോൾ ആ വിശാലത കണ്ട് ഗ്രഹിക്കുന്നത് ഒരു ഭാഗമായുള്ളൂ. അത് തൊട്ടറിയണത് വേറെ ഒന്നാണ്, ശബ്ദം കേട്ട് മനസ്സിലാക്കുന്നത് വേറെ ഒന്നാണ്, മണത്തറിയുന്നത് വേറെ ഒന്നാണ്, രുചിച്ചറിയുന്നത് വേറെ ഒന്നാണ്. അപ്പോൾ ഓരോ ഇന്ദ്രിയവും ഈ 5 വകുപ്പുകളാക്കി തിരിക്കാവുന്ന ഈ സമഷ്ടി സൃഷ്ടിവിശേഷത്തെ ഓരോ ഇന്ദ്രിയവും കൈകാര്യം ചെയ്യുന്നത് അവരുടേതായ ഒരു സെഗ്മെൻറ്റ്, തനതായ ഒരു മേഖലയാണ്. അതിലെല്ലാറ്റിലും നമ്മൾ കാണേണ്ടത് ഈ ജീവൻ്റെ പ്രകടനം. ജീവൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിൻ്റെ പ്രഭാവം, പ്രകടനം, അഭിവ്യക്തിയാണ് ഇവിടെ എല്ലാം. അങ്ങനെ വരുമ്പോൾ ഉദ്ധവന് മനസ്സിലാക്കാൻ നിർബന്ധം വരും. എന്ത്? ചോദനാം പ്രതിചോദനാം ഉത്സൃജ്യ എന്ന് കൃഷ്ണൻ പറഞ്ഞുവല്ലോ. അത് മനസ്സിലാക്കാനാണ് ഈ വിവരം നൽകുന്നത്. അയം ഹി ജീവസ്ത്രിവൃദബ്ജയോനി അവ്യക്തയേകോ വയസാ സ ആദ്യ വിശ്ലിഷ്ടശക്തിർ ബഹുദേവ ഭാതി ബീജാനി യോനിം പ്രതിപദ്യ യദ്വത്. അയം ഹി ജീവ ത്രിവൃ അബ്ജയോനി. ഈ ശരീരത്തിൽ നാം ജീവിക്കുന്നത് ജീവിക്കുന്നതിന് ജീവൻ എന്ന് പേര്. ജീവിക്കുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പ്രകടമാവുക. എങ്ങനെ പ്രകടമാവുക? ബാഹ്യമായിട്ട് ഏതെങ്കിലും പ്രേരണകളോ സ്റ്റിമുലസോ കിട്ടിയാൽ അതിന് സ്വന്തമായി പ്രതികരണം നൽകാൻ സാധിക്കുമ്പോഴേ ജീവൻ എന്ന് പറയുള്ളൂ. ഇപ്പം എൻ്റെ ശരീരമുണ്ട്, ഞാനിങ്ങനെ നീങ്ങണു, അതിൽ കാറ്റ് വന്നടിച്ചാൽ എനിക്കറിയാം, ആരെങ്കിലും വന്ന് തൊട്ടാൽ എനിക്കറിയാം. തൊടും എന്ന് കണക്കാക്കിയാൽ ഞാൻ ഒന്ന് വഴി അകലെ നടക്കും. അപ്പോൾ ബാഹ്യമായിരിക്കുന്ന സ്റ്റിമുലസ്, എന്തെങ്കിലും പ്രേരണകളോ സ്പർശനങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സംവേദന പ്രഭാവം ഉള്ളപ്പോഴാണ് ഈ ജീവൻ ജീവിക്കുക എന്നൊക്കെ പറയുക. അപ്പം അയം ഹി ജീവ, ഉദ്ധവ, അങ്ങയുടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ജീവനുണ്ടല്ലോ, ത്രിവൃത് അബ്ജയോനി. എവിടെ പോയി കാര്യങ്ങൾ? ത്രിവൃത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 ഗുണങ്ങൾക്കും ആശ്രയമാണ് എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഉപയോഗിക്കുന്ന വാക്കെന്താ? 3 ഗുണങ്ങൾക്കും 2 വാക്കാ. പക്ഷെ ആ 2 വാക്കിൽ എന്തൊക്കെ പെടുന്നറിയോ നിങ്ങൾക്ക്? പ്രകൃതി മുഴുവനും 3 ഗുണങ്ങൾ ചേർന്നതാണ്. ആ പ്രകൃതിയുടെ രചനയാണല്ലോ ഈ ലോകം, സൃഷ്ടി മുഴുവനും. ആ സൃഷ്ടി മുഴുവനും ഉണ്ടായിട്ടുള്ളത് സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളിൽ നിന്നാണ്. ആ 3 ഗുണങ്ങൾ നിർഗളിച്ചത് എവിടുന്നാ? ജീവനിൽ നിന്നാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ നിങ്ങൾക്കൊക്കെ വലിയൊരു മേൽവിലാസം ഉണ്ടാക്കി തരുന്നത്. നിങ്ങളൊക്കെ പറയും പറങ്ങോടത്തെ പരമേശ്വരൻ. പക്ഷെ പറങ്ങോടത്തെ പരമേശ്വരനൊന്നും അല്ല നിങ്ങൾ. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ജീവനാണെന്ന്. അതാണ് ഭൂമാനന്ദ സ്വാമിജി പറയുന്നത്. വലിയൊരു മേൽവിലാസമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. നിങ്ങളത് അറിയോ? മനസ്സിലാക്കുവോ? ഉപയോഗിക്കുവോ? അതിൽ ധന്യത കൊള്ളൂ. അയം ഹി ജീവ ത്രിവൃത്, സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ സമതുലിതമായിരുന്നപ്പോൾ ഇവിടെ ഒരു സൃഷ്ടിയുമില്ല, കണ്ടാലൊന്നും അറിയാൻ പറ്റില്ല, ഒക്കെ അവ്യക്തമാണ്. അതിലൊരിളക്കം വന്നപ്പോഴാണ് പ്രതികരണവും പ്രതിപ്രതികരണവുമായി സൃഷ്ടി തന്നെ തുടങ്ങിയത്. ആ 3 ഗുണങ്ങൾക്ക് ആശ്രയമാണ് ഈ ജീവൻ. അബ്ജയോനി, താമരയുടെ യോനി. താമരയിൽ നിന്നാണല്ലോ ബ്രഹ്മാവ് ഉണ്ടായത്. അപ്പം ബ്രഹ്മാവിൻ്റെ യോനി താമര. ഇത് താമരയ്ക്കും യോനിയായിട്ടുള്ളതാണ്. അവ്യക്തയേകോ വയസാ സ ആദ്യ. അവ്യക്തൻ. ഈ ജീവൻ വാസ്തവത്തിൽ അവ്യക്തനാണ്. അതിനെ നിങ്ങൾക്ക് തൊടാനോ മണക്കാനോ രുചിക്കാനോ ഒന്നും സാധിക്കില്ല.
അത് ഉണ്ടാക്കി തീർത്തിട്ടുള്ള നാവാണ് രുചിക്കുന്നത്. അത് നിർമ്മിച്ചിട്ടുള്ളതായ ത്വക്കാണ് സ്പർശിക്കുന്നത്. അത് നിർമ്മിച്ചിട്ടുള്ള കണ്ണാണ് കാണുന്നത്. അത് അദൃശ്യമായി അവാച്യമായി ഇന്ദ്രിയങ്ങൾക്ക് ഗ്രാഹ്യമല്ലാതെ ഉള്ളിൽ കിടന്നിരിക്കുകയാണ്. അത് ഏകഹ, ഒന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ശരീരങ്ങളിലും വേറെ വേറെ ജീവൻ, വേറെ വേറെ ജീവൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മുത്തൻ തെറ്റാണ്. ഉറുമ്പിലാവട്ടെ, മൂട്ടയിലാവട്ടെ, പുഴുവിലാവട്ടെ, നുഴമ്പിലാവട്ടെ, എല്ലാറ്റിലും ഒരൊറ്റ ജീവനാണ്. ആ ശരീരങ്ങൾ മുഴുവൻ പഞ്ചഭൂതങ്ങളാണ്. പാഞ്ചഭൗതികമാണ് സർവ്വശരീരങ്ങളും. ആ പാഞ്ചഭൗതിക ശരീരങ്ങളെ രചിച്ച ജീവനോ അതും ഒന്നേ ഒന്ന്. അതിന് ഒരു വ്യത്യാസവും ഇല്ല. വയസാസാദ്യ, അതാണ് ആദ്യത്തത്. സൃഷ്ടിയിലോ അല്ല എന്തിനു നിങ്ങൾ ആലോചിച്ചാലും വാട്ട് ഈസ് ദറ്റ് പ്രൈമോഡിയൽ ഫസ്റ്റ് എക്സിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ അത് ജീവനാണ്. ജീവനാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്ത് ജീവൻ എന്ന് പറയുമ്പോൾ ഒരു ശരീരം പുറത്തു വന്നപ്പോഴേ ജീവൻ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചുള്ളൂ എന്ന്. അല്ല, ജീവൻ ശരീരത്തെ ഉണ്ടാക്കുക ചെയ്തു. ആ ജീവൻ എന്നും ഉണ്ടായിരുന്നു. ആദ്യമാണത്. വയസ്സാ, കാലം വെച്ച് നോക്കുമ്പോൾ കാലത്താൽ, കാലം എന്ന് പറയുന്നതിനെ തൊടുത്തുവിട്ട് വിശ്ലിഷ്ടശക്തി, അത് വിസ്തൃതമായി തീർന്നിരിക്കുക. കാലത്തിനെ കൂട്ടുപിടിച്ച് കാലത്തിനെ തൊടുത്തുവിട്ട് ദേശത്തെയും വസ്തുക്കളെയും ഉണ്ടാക്കി അതങ്ങനെ വിസ്താരമായി തീർന്നിരിക്കുക. ഏതുപോലെ ഒരു ചെറിയ കുത്ത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം, അത്ര ചെറുതാ. അതിൽ നിന്ന് സമദൂരത്തിൽ ഒരു വര വരഞ്ഞാൽ ഒരു വൃത്തായി. ഇങ്ങനെ എത്ര വലിയ വൃത്തം വരയ്ക്കാം, എത്ര വലിയ വൃത്തം, പ്രപഞ്ചം മുഴുവനും അടങ്ങാവുന്ന തരത്തിൽ ഒരു വൃത്തം ഉണ്ടാക്കാം നമുക്ക്. ഈ വൃത്തത്തിന് എന്താ ഡെഫിനിഷൻ ജോമെട്രിയിൽ എന്നറിയോ? ദി എക്സ്പാൻസ് ഓഫ് എ പോയിന്റ് സെന്റർ. ആ കേന്ദ്ര ബിന്ദുവിൻ്റെ വിശാല രൂപമാണത്രേ എന്ത് വൃത്തം എന്ന് പറയുന്നത്. ആ കേന്ദ്ര ബിന്ദുവിന് ഒരു തരത്തിലുള്ള ഡയമെൻഷൻ, ആകൃതി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രം എ നോ ഡയമെൻഷണൽ സെന്റർ വി ഹാവ് എ മൾട്ടി ഡയമെൻഷണൽ സർക്കിൾ യൂണിവേഴ്സ്. ഇതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ വിശ്ലിഷ്ടശക്തി. അപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്തിനാ? അത് ഉണ്ടാക്കിയിട്ടുള്ള ആ സോഴ്സ് ഉണ്ടല്ലോ, അവ്യക്തമായിരിക്കുന്ന ജീവൻ, അതിൻ്റെ പ്രഭാവം. ഇറ്റ് ഈസ് ടു ഡിസ്ക്ലോസ്, റിവീൽ ആൻഡ് എക്സ്പ്രസ് the magnitude, the magnificence, the potential, the splendor and the unthinkable glory of that. അതിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ യോഗ്യത, അതിൻ്റെ ക്രിയാത്മകത്വം, അതെല്ലാം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്. വയസാ വിശ്ലിഷ്ടശക്തി ബഹുധാ ഏവ ഭാതി യോനിം പ്രപദ്യ ബീജാനി യദ്വത് ബീജാനി യോനിം പ്രതിപദ്യ യദ്വത്. ഈ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് പുറമേ ഒരു സാധനത്തിൽ നിന്ന് ഈ ലോകം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ലോകമാണെന്ന് വിചാരിച്ചോളൂ. ആ ലോകം വിട്ട് ഇവിടെ ഒരു സാധനത്തിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്ന് വിചാരിക്കരുത്. അങ്ങനെ പറയുമ്പോൾ ഈ ലോകത്തിൽ ഇതും പെട്ടു, വേറൊരു സാധനം ഉണ്ടെങ്കിൽ അതും പെട്ടു. അതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ലോകം എന്ന് പറയുന്നത്. അപ്പം ലോകം എന്ന് പറയുന്നത് ലോകം വിട്ടൊരു വസ്തുവിൽ നിന്നുണ്ടായി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എല്ലാ വസ്തുക്കളും അടങ്ങുന്നതാണ് ലോകം. അപ്പം ആ ലോകം പിന്നെ എവിടുന്നാ ഉണ്ടായത്? അതിൻ്റെ തന്നെ ഉള്ളിൽ നിന്നുണ്ടായതാണ്. അതിന് പുറമേന്നൊരു സ്ഥലമില്ല. ബിയോണ്ട് ദ സർക്കംഫറൻസ് ഓഫ് ദ യൂണിവേഴ്സ് ദർ ഈസ് നോ മെഷർ ഓർ മാഗ്നിറ്റ്യൂഡ് അറ്റ് ഓൾ. ദ യൂണിവേഴ്സ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എവറി ഫോം ഓഫ് എക്സിസ്റ്റൻസ്. എല്ലാം കഴിയും. അപ്പം യൂണിവേഴ്സ് എവിടുന്ന് ഉണ്ടാവും? അതൊരു വിസ്താരമാണ്. എവിടുന്നാ ഈ വിസ്താരം? അതിൻ്റെ തന്നെ ഉള്ളിൽ നിന്നുള്ള കേന്ദ്രബിന്ദുവിൽ നിന്നുള്ള വിസ്താരമാണ്. അതാണ് ഇവിടെ വിശ്ലിഷ്ടശക്തി എന്ന് പറഞ്ഞത്. അത് ബഹുധാ ഏവ ഭാതി, പല പ്രകാരത്തിലാണ് അത് പ്രകാശിക്കുന്നത്. ഏതുപോലെ? ഒരേ മരത്തിൻ്റെ വിത്തുകൾ അത് പല സ്ഥലത്തും നിങ്ങൾ കൊണ്ടിട്ട് മണ്ണിൽ വീണു, നനവുണ്ട്, മുളയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ മുളച്ചങ്ങോട്ട് വളരും. എല്ലാ മരവും ഒരുപോലെ ഇരിക്കില്ല, പലതരത്തിലാണ്. അപ്പം തനിക്ക് ജനിക്കാനുള്ള യോനി കിട്ടിയാൽ സാധാരണ വിത്തുകൾ എങ്ങനെ മുളച്ച് പൊന്തി വിസ്തൃതമായി പടർന്നു പിടിക്കുമോ അതുപോലെ പടർന്നു പിടിച്ചതാണ് ഈ പ്രപഞ്ചം. അപ്പം ഈ വൃക്ഷം വന്നത് എവിടുന്ന? വേറൊരു വൃക്ഷത്തിൽ നിന്നോ അതോ അതിൻ്റെ ബീജത്തിൽ നിന്നോ? ഏത് വൃക്ഷവും ഉണ്ടായിട്ടുള്ളത് ചെറിയ അതിൻ്റെ തന്നെ ഒരു ബീജത്തിൽ നിന്നാണ്. ഒരു ബീജം എന്ന് പറയുമ്പോഴോ അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ എന്തൊക്കെ കാണും? ഇലയുണ്ടോ, തടിയുണ്ടോ, വേരുണ്ടോ, പൂവുണ്ടോ, കായുണ്ടോ? ഒന്നുമില്ല. അവ്യക്തമായിരിക്കുന്ന ഒരു ബീജമാണത്. അതങ്ങോട്ട് മുളച്ച് പൊന്തുമ്പോഴോ ബീജം വളരെ ചെറുതാ. അതിങ്ങനെ മുളച്ച് പൊന്തി പടർന്ന് പിടിച്ച് 1200 കൊല്ലം പ്രായം ചെന്ന ബാനിയൻ ട്രീ ആണ് കൊൽക്കത്തയിൽ ബൊട്ടാനിക്കൽ ഗാർഡൻസിലുള്ളത്. 1200 കൊല്ലം പഴക്കം. ചെന്നൈയിലുള്ളതിനോ 300 ചില്ലാനം കൊല്ലം പഴക്കം. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ഒരു വിത്തിൽ നിന്നുണ്ടായതാണ്. ആ വിത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിശാലത വിസ്തൃതമായി തീരുന്നതാണ് ഈ
മരം പടർന്നു പിടിച്ചത്. അതുപോലെ ഈ പ്രപഞ്ചവും അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു സോഴ്സിൽ നിന്ന് അങ്ങോട്ട് വിസ്തൃതമായി പരന്നു വന്നതാണ്. ഏതുപോലെ ഈ ജീവൻ ഉള്ളിൽ ഗുഹയിൽ പ്രവേശിച്ച് മടങ്ങി മേപ്പെട്ടു വന്ന് ഞാൻ എത്ര നേരമായി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, മണിക്കൂറുകളായി. ഈ മണിക്കൂറുകൾ തോരാതെ സ്വാമിജിയുടെ മുഖത്തിൽ നിന്ന് പദങ്ങളും വാക്കുകളും ശ്ലോകങ്ങളും കാവ്യങ്ങളും എല്ലാമായി പിറുന്നിങ്ങനെ വരിക. ഇതെങ്ങനെയാ വരണത്? ഉള്ളുന്ന. അങ്ങനെ ഉള്ളിൽ നിന്നാണ് ഈ സൃഷ്ടി മുഴുവനും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണോ വിത്തുകൾ വിതച്ചാൽ ആ മുളയ്ക്കാനുള്ള സാഹചര്യം കിട്ടി അനുകൂലമായി എന്നുണ്ടെങ്കിൽ എല്ലാം മുളച്ചു പൊന്തി വിവിധമാകുന്നത്, അതേപോലെ വിവിധമായിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം. അതിൻ്റെ തുടക്കം എന്താ? ഈ പറയുന്ന ജീവൻ. ഉദ്ധവ പ്രേക്ഷകരെ, നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലെങ്കിൽ ഉദ്ധവനെ മനസ്സിൽ കൊണ്ടുവന്നോളൂ, കൃഷ്ണ പരമാത്മാവിനെ മനസ്സിൽ കൊണ്ടുവന്നോളൂ, ദ്വാരക മനസ്സിൽ വരട്ടെ. ഇത് മൂന്നും ഉണ്ടെങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് പറയുന്നത് കൃഷ്ണ പരമാത്മാവാണ്, കേൾക്കുന്നത് ഉദ്ധവനാണ്, നടക്കുന്നത് ദ്വാരകയിലാണ്. ഈ സംസാരം കണ്ട് കഴിഞ്ഞാൽ ഉദ്ധവൻ പുറപ്പെടുകയായി ബദരികാശ്രമത്തിലേക്ക്. നിങ്ങളോട് ഞാൻ പുറപ്പെടണം എന്ന് പറയില്ലേ? ചിലരൊക്കെ ഒന്ന് ആശ്രമത്തിലേക്ക് വരും, കാണാനേ ഉള്ളൂ. സത്യമാണിത്. ഏകാദശ സ്കന്ധത്തിന്റെ ഉദ്ദേശം ഇതാണ്. നിങ്ങളുടെ ആലപാച്ചിലും ഓടലും ചാടലും നട്ടം തിരിച്ചലും വട്ടം തിരിച്ചലും നൂലാമാലും വയ്യാവലിയും ഒക്കെ പോയി നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായി ശാന്തമായി അവനവനിൽ തന്നെ അമർന്ന് 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 ആനന്ദപൂർണമായിരിക്കണം. ഈ പുറത്ത് കാണുന്ന ഈ പുറംപൂച്ചിനോടുള്ള ഭ്രമം പോട്ടെ. ആ ഭ്രമം ജനിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. അതിനെ ഇല്ലാതെ ആക്കി തീർക്കേണ്ടതും നിങ്ങളുടെ മനസ്സാണ്. മനസ്സ് എപ്പോൾ ആക്കി തീർക്കും? ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഗ്രഹിച്ചാൽ. ഉദ്ധവനെ പോലെ ദശാബ്ദങ്ങളോളം കൃഷ്ണന്റെ കൂടെ, കൃഷ്ണന്റെ മന്ത്രിയായി, സേവകനായി, ഭൃത്യനായി, കൃഷ്ണൻ അഴിച്ചിട്ട വസ്ത്രമുടുത്ത് ഉച്ഛിഷ്ടം അനുഭവിച്ച് സർവ്വസ്ഥലത്തേക്കും കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോകും. ഉദ്ധവനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. കുബ്ജയുടെ അടുത്ത് പോയപ്പോഴും ഉദ്ധവനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. അങ്ങനെയുള്ള ആ ഉദ്ധവൻ മനസ്സിലാവുന്നില്ല. മനസ്സിലുള്ള ഭ്രമവും മോഹവും പോകുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും കളഞ്ഞു തരണേ, നീക്കിത്തരണേ എൻ്റെ പൊന്നു ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അതിനു വേണ്ടി പറയുന്നതാ. അപ്പോൾ ഇതൊരു പക്ഷേ പറയാതെ ഇരുന്നെങ്കിൽ ഉദ്ധവന്റെ കാര്യം നടക്കുമായിരുന്നെങ്കിൽ കൃഷ്ണൻ വേണ്ടിയിട്ടുണ്ടാവില്ല. ഇത് കേട്ടേ, ഇത് ഗ്രഹിച്ചേ നിങ്ങളുടെ മനസ്സ് ശാന്തമാവാൻ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാം, കേമന്മാരാകാം, ഭർത്താവും ഭാര്യയും വളരെ അനുരൂപമാകാം. പോരാ. പിന്നെ എന്തു വേണം? ഈ സത്യസുന്ദരത അറിയണം. ആ സത്യസുന്ദരത അറിഞ്ഞതുകൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിന് സമാധാനമുള്ളൂ. എന്താണ് ആ സത്യസുന്ദരത? ഈ കാണുന്ന ഭ്രമം ഒക്കെ പലതിൽ നിന്ന് പുറപ്പെടുന്നതാണ്. പലത് എന്നുള്ളത് ഒരു പ്രതീതിയാണ്. അത് രചിക്കുന്നത് മനസ്സാണ്. അതേ മനസ്സിനോട് ഈ പലതിലുള്ള ഭ്രമം വേണ്ട, പലത് കൂടി നീ എനിക്ക് സന്തോഷം തരണ്ട. അതിന് പുറപ്പെടുമ്പോൾ പല വിധത്തിലുള്ള വിഷമങ്ങളുണ്ട്. ഈ കാണുന്നതൊക്കെ നശ്വരങ്ങളാണ്. അപ്പം നശ്വരതയെ വിട്ട് അനശ്വരമായിരിക്കുന്ന നിന്റെ തന്നെ ഉൾസത്തെ അനുഭവിപ്പിച്ച് എനിക്ക് സന്തോഷം തന്നാൽ മതി എന്ന് മനസ്സിനോട് പറയാം. ഇത്ര നേരം പറഞ്ഞത് എന്താ? ഇത്ര നേരം പറഞ്ഞത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവൻ ദേഹി, ആ ദേഹി ജീവന്റെ മാനമാണ്, അതിൻ്റെ മാനവും മഹിമയാണ്. ഇന്നിപ്പോൾ പറയുന്നതോ അങ്ങനെയല്ല. യസ്മിന്നിദം പ്രോതമശേഷമോദം പടോ യഥാ തന്തുവിതാന സംസ്ഥഃ യേഷ സംസാരതരുഃ പുരാണഃ കർമാത്മക പുഷ്പഫലേ പ്രസൂതേ. ഇനിയിപ്പോൾ പറയാണ് യസ്മിന്നിദം അശേഷം വിശ്വം. ഇതിലാണ് വിശ്വം അശേഷം, ഒരു ബാക്കിയും വരാതെ വിശ്വം മുഴുവനും ഇതിലാണ് നിലനിൽക്കുന്നത്. ഞാൻ ആലോചിച്ച് നോക്കുക, നിങ്ങളിത് വേണ്ടതുപോലെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ലോകത്തിലെന്ന് അറിയോ? നിങ്ങൾക്ക് വേറെ ഒന്നുകൊണ്ടും നിങ്ങൾക്ക് ഭാഗ്യമില്ല, ഇതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കണമെങ്കിൽ വളരെയധികം പൂർവ്വ പുണ്യം വേണം, ഈശ്വരാനുഗ്രഹം അങ്ങനെ നിറഞ്ഞു തെളുമ്പണം, അപ്പോഴേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അതാണല്ലോ പറയുന്നത്, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നതാണ് കൃഷ്ണൻ. നമ്മളിവിടെ ആലയിലും വെണ്ണ തിന്നണതും ഒരല് മാന്തണതും ഇങ്ങനെയുണ്ടല്ലോ, അതൊന്നുമല്ല കൃഷ്ണൻ. ഭാഗവതമാണ് കൃഷ്ണൻ. ഭാഗവത കൃഷ്ണനെ നമ്മളോട് സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതിനോട് നമ്മൾ സംസാരിച്ചാലേ ഉള്ളൂ അത് കേൾക്കൂല. വെണ്ണ തിന്നണ ഒരു കൃഷ്ണന്റെ പടം വെച്ച് നിങ്ങൾ എത്ര സംസാരിച്ചാലും ആ പടത്തിന്റെ ചെവികൾ കേൾക്കില്ലാന്ന്. ഇത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിടത്തോളം പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം. അതാണ് ഭാഗവതമാണ് പ്രത്യക്ഷ കൃഷ്ണൻ എന്ന് പറയുന്നത്. ആ
ആ പ്രത്യക്ഷ കൃഷ്ണനെ എന്തിനു വേണ്ടി സ്വീകരിക്കണം? സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഈ നശ്വരമായിരിക്കുന്ന സാഗരം, സംസാര സാഗരത്തിൽ എനിക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും സൗഭാഗ്യവും സാഫല്യവും ഉണ്ടാവാൻ വേണ്ടി ഈ ഭാഗവതത്തെ, പ്രത്യക്ഷ കൃഷ്ണനായ ഭാഗവതത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് ആവശ്യം. നോക്കൂ, ആ ഭാഗവതം നിങ്ങളോട് എന്തു പറയുന്നു എന്ന്. യസ്മിന്നിദം, യസ്മിൻ ഇതിൽ, ഏതായി ഇത്? സയേഷ ജീവോ വിവരപ്രസൂതി എന്ന് പറഞ്ഞ ആ ജീവൻ. യസ്മിൻ ഇതം അശേഷം വിശ്വം, ഈ ലോകം, ഈ വിശ്വം മുഴുവനും. ഓതം പ്രോതം, ഈ നൂല് എടുത്തിട്ട് വസ്ത്രം നെയ്യുമ്പോൾ അതിന് ഊട് പാവ് എന്ന് പറയും. നീളത്തിലുള്ള ഇഴകൾ, വിലങ്ങനെയുള്ള ഇഴകൾ. അങ്ങനെ നീളത്തിലും വിലങ്ങനെയുമുള്ള ഇഴകളായാലേ അത് മുണ്ടായിട്ടോ വസ്ത്രമായിട്ടോ പുതപ്പൊക്കെ ആയിട്ട് ഇരിക്കുള്ളൂ. അങ്ങനെ ഈ ലോകം എന്ന് പറയുന്നത് ഇതിൽ നെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ്. ഊടും പാവും പോലെ നെയ്തിട്ടുള്ളതാണ് ഈ ലോകം മുഴുവനും. ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ട്? ഖരവസ്തുക്കളുണ്ട്. ഭൂമി തന്നെ ഖരവസ്തുവാണ്. ദ്രവവസ്തുവുണ്ട്, വെള്ളം, വാതമാണ് കാറ്റ്. പല വിധത്തിലുള്ള ഊർജങ്ങളാണ് അഗ്നി മുതലായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ആകാശം, അതിൽ നിന്നുള്ളതാണ് ഈ ഗോളങ്ങളും എല്ലാം തന്നെ. അങ്ങനെ പല വിധത്തിലും വ്യത്യസ്തങ്ങളായി വർണ്ണശബളമായി തോന്നുന്ന ഈ വിശ്വമുണ്ടല്ലോ, പ്രപഞ്ചം, അത് ഇതിലാണ് നെയ്തുണ്ടാക്കിയിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ വിശ്വം എന്നുള്ള പരാമർശം ആരിൽ നിന്നാണ് പുറപ്പെടുന്നത്? മനുഷ്യനിൽ നിന്ന്. മനുഷ്യൻ എവിടെയാ ഈ വിശ്വത്തെ കാണുന്നത്? ചെറിയ രണ്ട് കണ്ണില് വലിയ ഒരു പർവ്വതമോ സമുദ്രമോ അവിടെ വന്നിരിക്കില്ല. പിന്നെ എവിടെയാ? കണ്ണിലൂടെ ആ പ്രകാശകിരണങ്ങൾ അങ്ങനെ അങ്ങോട്ട് കടന്ന് മനസ്ഥലത്തിലാണ് ഈ പർവ്വതവും വിശ്വവും ഒക്കെ രൂപീകൃതമാവുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്ന ലോകം വാസ്തവത്തിൽ ബാഹ്യമോ ആന്തരമോ? ആന്തരാനുഭവമാണ്. ആന്തരമാണ് ഇതിന്റെ പ്രതീതി. ആ മനസ്സല്ലേ ഈ പ്രപഞ്ചം മുഴുവനും നെയ്തുണ്ടാക്കിയിരിക്കുന്നത്. മനസ്സല്ലാതെ അതിനൊരു നിലനിൽപ്പുണ്ടോ? നിങ്ങൾ പരാമർശിക്കുന്ന വിശ്വം പുറത്തെ വിശ്വമല്ല. നിങ്ങളുടെ മനസ്സ് പുറത്ത് എന്നിങ്ങനെ പറഞ്ഞ് കാണിച്ചു തരുന്ന വിശ്വമാണ്. മനസ്സാകട്ടെ അകത്തുമാണ്. അപ്പൊ അകത്തുള്ള മനസ്സ് പുറം ദർശനം എന്നതുപോലെ കാണിച്ചു തരുന്നു. അത് മുഴുവനും പടോ യഥാ തന്തുവിതാന സംസ്ഥ. ഒരു വസ്ത്രം വളരെ വലുപ്പമുണ്ട്, എന്തൊക്കെ വേണമെങ്കിൽ കെട്ടിപ്പൊതിയാം. പക്ഷെ അത് എവിടെയാ? നൂലിലാണ് അതിൻ്റെ നിൽപ്പ്. നൂലുകളെ മുഴുവനും ഓതപ്രോതങ്ങളായി കൂട്ടിച്ചേർത്തപ്പോൾ വസ്ത്രമായി. അതേമാതിരി നമ്മുടെ മനസ്സിൻ്റെ പ്രകടനം കൊണ്ടാണ് ഈ ലോകം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. യേഷ സംസാരതരു പുരാണ. ഈ സംസാരത്തെ നമുക്ക് ഒരു വൃക്ഷമായിട്ട് കണക്കാക്കാം. വൃക്ഷമായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ പുരാണ സംസാരതരുഹു, ഏറ്റവും പഴക്കമുള്ളത്, ആര് നോക്കിയാലും ആ ആൾക്ക് മുമ്പുണ്ടത്. കൃഷ്ണൻ ഏത് വിശ്വത്തിനെ കുറിച്ചാണ് പറയണത്? എത്രയോ കാലം മുമ്പ് മുതൽക്കുള്ളത്. കൃഷ്ണന്റെ അച്ഛൻ ദേവകിയും വസുദേവനും ഒക്കെ ജനിക്കുന്നതിന് മുൻപ് എന്നോ മുതൽക്കുള്ളതാ. പുരാണ കർമാത്മക പുഷ്പഫലേ പ്രസൂതേ. ഈ ലോകം കർമ്മസങ്കുലമാണ്. ഇവിടെ അനങ്ങാതെയും സ്പന്ദിക്കാതെയും ചലിക്കാതെയും ഗമിക്കാതെയും ഒരു സാധനത്തിന് ഇവിടെ കാണില്ല. ഒരു അണുവിൻ്റെ ഉള്ളിലത്തെ സ്ഥിതി എന്താ? ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയിട്ടുള്ള ഒരു സംസർഗമാണത്. ആ പ്രോട്ടോൺ എന്ന് പറയുന്ന കേന്ദ്രീയ ബിന്ദുവിൽ സമദൂരങ്ങളിലായി ഇലക്ട്രോൺസ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അവിടെയുണ്ട് ചലനം. ആ ഇലക്ട്രോണിക് ശക്തി കൊണ്ടാണ് ഒരു ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാനുള്ള ശക്തി, സൂക്ഷ്മശക്തി അതിനുണ്ട്. ഇപ്പം നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എനർജി ഉണ്ടാവാൻ. എനർജി ഇവിടെ പല സ്ഥലത്തും വ്യാപിച്ച് കത്തിക്കേണ്ടതാണ്. പക്ഷെ അത് എവിടുന്നാ വരണത്? ന്യൂക്ലിയർ റിയാക്ഷൻ കൊണ്ടാണ്. അണുക്കളുടെ ഉള്ളിലുള്ള ആ ഭ്രമണമണ്ഡലത്തിൽ മാറ്റം വരുത്തലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ്. ഒരു അണുവിൻ്റെ ഉള്ളിലേ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കർമാത്മക പുഷ്പഫലേ പ്രസൂതേ. കർമാത്മക പുഷ്പഫലേ പ്രസൂതേ. ഈ പ്രപഞ്ചത്തിന് പുഷ്പം ഫലം എന്ന് പറയുന്ന രണ്ടെണ്ണത്തിനെയാണ് പ്രസൂതേ. അവിടെയും വിവരപ്രസൂതി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ പ്രസവ ശബ്ദം ഇവിടെ ഉപയോഗിക്കുക. പുഷ്പം ഫലം എന്ന് പറയുന്ന രണ്ടെണ്ണാണ് ഈ പുരാണമായിരിക്കുന്ന സംസാര തരുവിൽ നിന്ന് കിട്ടുന്ന ഫലം. ഈ പുഷ്പം ഫലം രണ്ട് എന്ന് പറയാൻ എന്താ കാരണം? രണ്ട് തരത്തിലുള്ള ഫലമല്ല. പുഷ്പം ഒന്ന്, ഫലം ഒന്ന്. പുഷ്പത്തിൽ നിന്നാണ് ഫലമുണ്ടാവുന്നത്. പുഷ്പമില്ലാതെ ഫലമുണ്ടാവാൻ വിഷമാണ്. അപ്പോൾ അത് ഏതൊരു പുഷ്പവും ഒരു നാന്തിയാണ്. എന്തിനുള്ള നാന്തി? ഫലമുണ്ടാവാനുള്ളത്. എന്നാൽ ചില പുഷ്പങ്ങളുണ്ട് ഫലമില്ലാത്തത്. പലാശകുസുമം എന്ന് പറയും, പ്ലാശിൻ്റെ പൂവ്. ഒരില ഉണ്ടാവില്ല, സർവ്വ ഇലയും കൊഴിഞ്ഞു പോവും. എന്നിട്ട് തുടുത്തിങ്ങനെ ചുവന്നിരിക്കുന്ന പുഷ്പങ്ങൾ നിറഞ്ഞിരിക്കും പ്ലാശിൽ. എന്നാലും അത് കൊഴിഞ്ഞു പോയാൽ ഒരൊറ്റ കായ വരില്ല.
അതുപോലെയാണത്രേ കൃഷ്ണൻ പറയണു. വേദങ്ങൾ പറയുന്ന കർമ്മങ്ങളുണ്ടല്ലോ, യാഗാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ യാഗാനുഷ്ഠാനങ്ങൾ, ജ്യോതിഷ്ഠോമം ചെയ്യൂ നിങ്ങൾക്ക് സ്വർഗം കിട്ടും പറയുമ്പോൾ പ്ലാശിൻ്റെ തുടുത്തിരിക്കുന്ന ആ പുഷ്പം പോലെ തോന്നും. ആ പറയുന്ന വാക്ക് മാത്രമേ ഉള്ളൂ, സ്വർഗവുമില്ല, സ്വർഗം കിട്ടാനും പോണില്ല. അതുകൊണ്ടാണ് അതിനെ പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത എന്ന് ഗീതയിൽ കൃഷ്ണൻ പരാമർശിച്ചത്. ഞാനിവിടെ ഈ 3 മാസത്തെ കോഴ്സ് എടുക്കുകയാണല്ലോ. അതിൽ ഇന്നലെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അവർക്ക് വേണ്ടി ഞാൻ ഈ ഭാഗം വിവരിച്ചത്. ദ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ബൈ കൃഷ്ണ ഓഫ് ദ റിച്വലിസ്റ്റിക് സെക്ഷൻ ഓഫ് ദ സബ്ലൈം ആൻഡ് സാങ്ക്ടിഫൈയിങ് വേദാസ്. അതിനെപ്പറ്റി വേണ്ടതുപോലെ അനലൈസ് ചെയ്ത് ഇന്നലെയാണ് പറഞ്ഞത് ഞാൻ. അപ്പം അദ്ദേഹം തന്നെ പറയുകയാണ്, യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത. വിവേകമില്ലാത്തത് കൊണ്ടാണ് ഈ വേദങ്ങൾ ഇങ്ങനെ പുഷ്പരൂപത്തിൽ, ഫലരൂപത്തിലല്ല, പുഷ്പരൂപത്തിൽ പ്രതിപാദിക്കുന്നതായ കർമ്മകാണ്ഡ വിധികളുടെ പിന്നാലെ മനുഷ്യർ പോകുന്നത്. അതൊക്കെ പുഷ്പിതാം നതു ഫലദാം. ആ പുഷ്പം കൊഴിഞ്ഞു വീഴും, അവിടെ ഫലം ഉണ്ടാവില്ല. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ 2 തരത്തിലുള്ളതാണ് ഇതിൽ പ്രസവം. പുഷ്പഫലേ, അപ്പോൾ പുഷ്പമുണ്ട്, ഫലങ്ങളും ഉണ്ട്. അനവധി മരങ്ങളിൽ പൂവുണ്ടാവണത് കായ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പൂവ് കുറേ കാലം അവിടെ ഉണ്ടാവും. അതിൽ നിന്നൊരു മുട്ടുണ്ടായി, ഒരു കായുണ്ടായി, ബീജം ഉണ്ടായി, പോളിനേഷനൊക്കെ കഴിഞ്ഞു, എന്നിട്ട് അതുണ്ടായി വലുതായി പഴുത്ത് കിട്ടും. അപ്പോൾ പുഷ്പം ഒന്ന് ഉണ്ടായാൽ ഒരു പക്ഷേ 1.5 മാസം 2 മാസമൊക്കെ എടുക്കും. ഇപ്പോൾ തെങ്ങാണെന്ന് വെച്ചോളും, 2.5 കൊല്ലം മുൻപ് തടിയിൽ നിന്ന് പുറപ്പെട്ട പൂങ്കൊലയാണ് നമുക്ക് പുറത്ത് വന്ന് വളർന്ന് 10-12 മാസം കഴിഞ്ഞ് വെട്ടാറാവുന്നത്, താഴ്ത്തിടാറാവുന്നത്. അപ്പോൾ പുഷ്പവും ഫലവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ പുഷ്പവും ഫലവും കൂടിയിട്ടുള്ളതായ ഇതുണ്ടല്ലോ, പുഷ്പഫലേ പ്രസൂതേ. അതിൽ ഈ പുഷ്പത്തെ മാത്രം തിന്ന് ആ ഫലത്തിന് വെയിറ്റ് ചെയ്യാതെ ഇരുന്നാൽ എന്താ അർത്ഥം? മാവ് നല്ലോണം പൂത്തു, മാവിൻ്റെ പൂവൊക്കെ എടുത്തിട്ട് ഒരു അരച്ചുകലക്കി ഉണ്ടാക്കുക എന്ന് കുടിച്ചാൽ അതിൻ്റെ മാമ്പഴം തിന്ന് സ്വാദ് നിങ്ങൾക്ക് കിട്ടുമോ? അതുപോലെയാണ് ഈ ഐന്ദ്രിയ പദാർത്ഥങ്ങളെ കണ്ട്, ആ പുഷ്പങ്ങളെ കണ്ട് നാം അനുഭവിച്ച് അതോടുകൂടി അവസാനിപ്പിക്കുക. നിങ്ങൾക്കിതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഫലം എവിടെയാ? അത് വേറെയാ. ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യണു? ഈ ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളെ കാണിച്ചു തരുന്നു. ആ കാണിച്ചു തരുന്നത് എന്തിനാ? നമ്മുടെ ഉള്ളിലുള്ള യോഗ്യത മനസ്സിലാക്കാൻ. നോക്കൂ, ഞാൻ ഉണ്ടാക്കിയ 2 കണ്ണ്, ആ 2 കണ്ണുകൊണ്ട് നിങ്ങൾ പർവ്വതങ്ങളെയും സമുദ്രത്തെയും അനന്തമായിരിക്കുന്ന ആകാശത്തെയും അസംഖ്യം ദൂരങ്ങളെയും വിവിധ വസ്തുക്കളെയും അത് കാണുന്നു. അപ്പോൾ ഈ കണ്ണിന് എത്രമാത്രം യോഗ്യതയുണ്ടാവണം? ഒരു വസ്തു, ഒരു ഉപകരണം എന്നുള്ള നിലയ്ക്ക് കണ്ണോ ഇവിടെ മേലെ, അതോ കാണപ്പെടുന്ന പർവ്വതാദികളോ മേലെ എന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ളവൻ എന്ത് മറുപടി പറയും? കണ്ണ്. ആ കണ്ണിനെ രചിച്ചതാരാ? ഉള്ളിലുള്ള ശക്തിയാണ്, കോൺഷ്യസ്നെസ്, ചേതനയാണ്. അപ്പം ചേതനയോ മേലെ അതോ കണ്ണോ? ചേതന തന്നെ. അപ്പം ആ ചേതന രചിച്ച കണ്ണിലൂടെ പുറത്ത് കണ്ട് അതിൻ്റെ പ്രതിബിംബങ്ങൾ ഉള്ളിൽ പതിഞ്ഞ് അവയെ നിങ്ങൾ ആസ്വദിക്കുമ്പോൾ നേരിട്ട് ആരാണോ ഈ കണ്ണുണ്ടാക്കിയത്, എവിടെയാണോ ഈ പ്രതിഫലനങ്ങൾ ഉള്ളത്, അതിനെ നേരിട്ടൊന്ന് ആസ്വദിക്കാൻ പുറപ്പെട്ടാലോ വളരെ. അതാണ് നമ്മുടെ ഹരിനാമ കീർത്തനത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ പറയുന്നത്. ഇതാ, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമഃ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് ചെല്ലാറുണ്ടോ? ഹരിനാമ കീർത്തനം അത് പഴഞ്ചൻ. നമുക്ക് പുതിയ പുതിയ പാട്ടുകളൊക്കെ വേണമെന്ന്, നീ അവിടെ പോയി ഞാനിവിടെ പോയി എന്നൊക്കെ ഉള്ള പാട്ടുകളുണ്ടല്ലോ, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഈ പാട്ടിന് എവിടെയാ പ്രസക്തി? അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്. അർക്ക അനലൻ, പുറത്തുള്ള പ്രകാശങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഇടിമിന്നൽ, തീയർ, എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ആ പ്രകാശത്തിനെ കാണിച്ചു തരുന്നത് കണ്ണാണ്. അർക്കാനലാതി വെളിവ് ഒക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്. ആ കണ്ണ് കാണണമെങ്കിൽ മനസ്സ് കണ്ണ് തുറക്കണം. മനസ്സിൽ തോന്നണം കാണണമെന്ന്. എവിടെ? കിഴക്ക് ഭാഗത്ത് ഇങ്ങോട്ട് നോക്കിക്കോളൂ, അല്ല പടിഞ്ഞാറാണെങ്കിൽ ഇങ്ങോട്ട് നോക്കണം. അപ്പം മനസ്സ് നിർദ്ദേശിച്ച് വേണം ഈ കണ്ണ് തുറക്കാൻ. ഈ മനസ്സത്ത തന്നെയാണ് കണ്ണിനെ ഉണ്ടാക്കിയത്. അപ്പം കണ്ണിന് കണ്ണായിരിക്കുന്നത് ആരാ? മനസ്സാണ്.
ഒരു വസ്തുവുണ്ട്, കാണണം, എനിക്ക് കണ്ണുണ്ട്, അതുകൊണ്ട് തുറക്കട്ടെ എന്ന് പറയുന്നത് മനസ്സാണല്ലോ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിന്. അപ്പൊ കണ്ണിനുള്ള കണ്ണാണ് മനസ്സ്. ഇനി മനസ്സാകുന്നതിന്, ആ കണ്ണിന്, അതിന് വേറെ കാണിച്ചു തരുന്ന വേറെ ഒന്നുണ്ട്. മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ. ആ മനസ്സിനെയും കൂടി എനിക്കൊരു മനസ്സുണ്ട്, ആ മനസ്സുകൊണ്ട് കണ്ണ് പ്രയോഗിക്കാം, അപ്പോൾ വസ്തുക്കളെ കാണാം, പ്രകാശം കാണാം എന്ന് പറഞ്ഞു തരുന്ന ആ ഒടുവിലത്തെ കണ്ണ് ഉള്ളിലെന്താ? അതാണ് ഞാൻ എന്ന് പറയുന്നത് ആത്മാ. ആ ആത്മാവിനെയാണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ്. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണിനെയോ കാണപ്പെടുന്ന വസ്തുക്കളെയോ അല്ല പ്രതിപാദിക്കുന്നത്, മനസ്സിനെയുമല്ല സൂചിപ്പിക്കുന്നത്. മനസ്സിന് പോലും കണ്ണായിരിക്കുന്ന ഒരു ഉൾസാക്ഷിയുണ്ട്, ഒരു ഉണർവുണ്ട്, ഒരു ആത്മാവുണ്ട്, ഒരു സത്തയുണ്ട്. അതാണ് ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ അതിൽ നിന്നെത്തുന്ന ആനന്ദം. ആനന്ദമെന്തു ഹരി നാരായണായ നമഃ. എത്രയുണ്ട് അതിനുള്ള ആനന്ദം. നിങ്ങളൊക്കെയോ ഈ കാണുന്ന സാധനം എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി, പത്രത്തിൽ അഡ്വർടൈസ്മെൻ്റ് ഓടി അതിൻ്റെ പിന്നാലെ, പുതിയതാ, പോയി മേടിക്കാം. കയ്യിൽ പണമുണ്ട്, ചെലവ് ചെയ്യും വേണം, പിന്നെ എന്താ വഴി? അഡ്വർടൈസ്മെൻ്റ് തന്നെ വേണം. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമഃ. ഗീതയിലെ കൃഷ്ണൻ പറയുന്നുണ്ട്, യസ്ത്വ ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. യഹ തു ആത്മരതിരേവ സ്യാത്. ആ ശബ്ദം ഉപയോഗിച്ചത് വളരെ ശ്രദ്ധിച്ചോളൂ. ആരാണോ ആത്മരതിയായിരിക്കുന്നത്, ആത്മാവിൽ രമിക്കുന്നവൻ ആത്മരതി, ആത്മതൃപ്തൻ ആത്മാവിൽ തൃപ്തി നേടിയവൻ, രമിച്ച് രുചിച്ച് അതിൽ തൃപ്തി. ആത്മന്യേവ ച സന്തുഷ്ടഃ, തൻ്റെ ആത്മാവിൽ മാത്രം സന്തുഷ്ടൻ. എനിക്ക് സന്തുഷ്ടി, സൗഭാഗ്യം, സാഫല്യം, ആനന്ദം വേണ്ടിടത്തോളം ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പുറമേ ഒന്നും എനിക്ക് വേണ്ട. ഉള്ളിങ്ങനെ നിറഞ്ഞു, ഉള്ളിൽ വേണ്ടത്ര മികവായി, പൂർണ്ണമായി, നിറവായി. അങ്ങനെയുള്ള മനുഷ്യൻ, അയാൾക്ക് ലോകത്തിലൊന്നും വേണ്ടത്രേ. അപ്പം നിങ്ങൾ തന്നെ പറയൂ, എവിടെയാണ് സന്തോഷവും സൗഭാഗ്യവും കൂടുതൽ? പുറത്തുള്ള വസ്തുക്കളിലോ അതോ പുറം കാണിച്ചു തരുന്ന എല്ലാറ്റിനെയും അനുഭവിക്കുന്ന ഉൾമണ്ഡലത്തിലോ? ഇതിനൊരു മറുപടി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇതിന് മറുപടി നിങ്ങൾ 10,000 പേരെ എഴുതിയാലും എനിക്ക് സന്തോഷമാണ്, പക്ഷേ മറുപടി പ്രതീക്ഷിക്കരുത് കേട്ടോ. 10,000 ആൾക്ക് എനിക്ക് മറുപടി അയക്കാൻ പറ്റില്ല. ഇന്നേ വരെ എത്ര എഴുത്ത് കിട്ടിയിട്ടുണ്ടോ ആ എഴുത്തിൽ ഒറ്റയ്ക്ക് എനിക്ക് എഴുതിയവർക്കൊക്കെ ഞാൻ മറുപടി അയച്ചിട്ടുണ്ട്. ഇന്നാൾ എഴുതി അവസാനിപ്പിച്ചത് 95 എഴുത്താണ്. ഒക്കെ എഴുതി ഞാൻ തന്നെ ആ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി അതിൽ അക്ഷരത്തെറ്റൊക്കെ തീർക്കാൻ പറഞ്ഞ് ഒപ്പിട്ട് അയച്ചിരിക്കുക. ഒരാൾ പറഞ്ഞിരിക്കുക, സ്വാമിജിയുടെ ആശ്രമത്തിൽ നിന്നൊരു എഴുത്ത് കിട്ടി, അത് ഏതോ ഒരു ക്ലർക്ക് ഒപ്പിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ക്ലർക്കൊന്നുമില്ല അവിടെ ഒപ്പിടാൻ. ഇവിടെ ഞാൻ തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ സ്വതവേ മലയാളത്തിൽ എഴുതുമ്പോൾ സ്വാമിജി എന്നേ എഴുതാറുള്ളൂ, ഭൂമാനന്ദ തീർത്ഥർ എന്ന് എഴുതാറില്ല. അത് വലിയ നീളം കൂടിയതാണ്. ഒരു ഒപ്പിടണം സ്വാമിജി. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതന്നെ ഇംഗ്ലീഷിൽ എഴുതും. അപ്പോൾ എൻ്റെ പേരടിയിലുണ്ടാവും സ്വാമിജി എന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് രണ്ടും കമ്പ്യൂട്ടറിലാണല്ലോ ഈ എഴുത്തടിക്കുന്നത്, രണ്ടും കറുപ്പ് നിറമായതുകൊണ്ട് തെറ്റിദ്ധരിച്ചതാവുമോ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഞങ്ങളുടെ ഈ കളറിലുള്ള ഒരു പെൻ മേടിച്ചിപ്പോൾ ഈ കളറിലാണ് ഒപ്പിടുന്നത്. ഇനിയിപ്പോൾ അവർ അച്ചടിച്ചു എന്ന് പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഈ ജനങ്ങളോട് പെരുമാറണമെങ്കിൽ ഉപായപ്പെട്ട ബുദ്ധിയും തല്ലേടൊന്നും പോരാ. ഒക്കെ വലിയ പ്രേക്ഷകന്മാരാണ്. ആ പ്രേക്ഷകന്മാർക്ക് ഒരു ചാർജ് അങ്ങോട്ട് ഉന്നയിക്കാൻ ഒരു വിഷമമില്ല. സ്വാമിജിയുടെ ആശ്രമത്തിൽ നിന്ന് ഒരു ബാബു ക്ലർക്ക് എഴുത്തെഴുതി കിട്ടിയിരിക്കുന്നു, ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചതെന്നാണ് ഒരാൾ പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഒരു ആശ്രമം നടത്താൻ പറ്റുന്നു? ആശ്രമം നടത്തുന്നപ്പോൾ നിങ്ങൾ ഗൃഹം നടത്തുന്നതിനേക്കാളിലൊക്കെ ചുമതല ഞങ്ങൾക്ക് കൂടുതലാണ്. ഞങ്ങളെ കൊണ്ട് എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം വേറെ. 2 കൈയും 24 മണിക്കൂറും പോരാ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ നിങ്ങളുടെ ഗൃഹഭരണത്തെക്കാളൊക്കെ വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ആശ്രമം നടത്തുന്നത്. അപ്പം അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, വിചാരിച്ച മാതിരി എല്ലാം ചെയ്ത് എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും എത്താൻ സാധിക്കുന്നു വരില്ല. അതുകൊണ്ട് ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഒരു എഴുത്തയച്ചു മറുപടി കിട്ടിയില്ല എന്ന് വെച്ചാൽ
രണ്ടാമതൊന്ന് എഴുതുക. പിന്നെ ചിലരൊക്കെ എഴുത്തയക്കും, ആ എഴുത്ത് കണ്ടാൽ ആ എഴുത്തിൽ ചില അസാധാരണത്വമോ അപ്രകൃതത്വമോ തോന്നിയാൽ ഇത് എഴുതണ്ട, മറുപടി അയക്കണ്ട എന്ന് പറഞ്ഞ് വയ്ക്കാറുണ്ട്. മിക്കവാറും അങ്ങനത്തെവർക്ക് എന്തെങ്കിലും മനസ്സിന് വിഭ്രമോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ വല്ല കുഴപ്പമുണ്ടാവുമെന്ന് കഴിഞ്ഞാൽ അതിൽ എഴുതാറില്ല. അങ്ങനെയുള്ളത് വളരെ വളരെ ചുരുക്കമേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും മറുപടി അയക്കാറുണ്ട്. അത് നമ്മുടെ ഒരു നിർബന്ധമാണ്. ഇവിടെ നമ്മുടെ മാജി പറയും, സ്വാമിജി എഴുത്തുകൾ കുറേ അധികമായി, ഇതൊക്കെ സ്വാമിജിക്ക് മറുപടി അയക്കാൻ പറ്റുമോ ചോദിക്കും. ഞാൻ പറ്റും. ഡൽഹിക്ക് പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് വന്നതിന് ശേഷം ഇവിടെ മാസികയുടെ ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. എഴുതേണ്ടതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ മലയാളത്തിലുള്ള എഴുത്ത് എഴുതാൻ തുടങ്ങിയത്. ഒരു ദിവസം ഒരു 15-20 എഴുത്ത് എഴുതും. അങ്ങനെ എഴുതി അത് തെറ്റ് തീർത്ത് ഒപ്പിട്ട് എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടല്ലോ, ആ അഡ്രസ്സ് ചോദിച്ചവരുടെ മറുപടി അയച്ചവർക്കൊക്കെ എല്ലാവർക്കും ഒപ്പിട്ടിട്ടുള്ള ഒരു എഴുത്ത് നിങ്ങളുടെ അടുത്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ഒരു 1-2 മണിക്കൂർ വായിക്കാനുള്ള സാധനം ഉണ്ടാവും. 1 മണിക്കൂർ ഉണ്ടെങ്കിൽ ഉണ്ടാവും. നല്ല പോലെ വായിക്കൂ. ഇതൊക്കെ ചെയ്യണത് എന്താ? നിങ്ങളെ പെറ്റു വളർത്തിയ അച്ഛനും അമ്മയും കൂടി നിങ്ങൾ ഇതുപോലെ ചെയ്യില്ല. നിങ്ങളൊക്കെ ഞാൻ കാണാത്തവരാണെങ്കിലും കണ്ടവരെ പോലെ കണക്കാക്കി അവരോട് പെരുമാറണം എന്നാ വിചാരം. അപ്പോൾ നല്ല പോലെ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. അടുത്ത ശ്ലോകം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. ദ്വേ അസ്യ ബീജേ ശതമൂലസ്തൃനാളഃ പഞ്ചസ്കന്ധഃ പഞ്ചരസപ്രസൂതിഃ ദശൈകശാഖോ ദ്വിസുപർണനീഡഃ ത്രിവൽക്കലോ ദ്വിഫലോർക്കം പ്രവിഷ്ടഃ. ശ്രീകൃഷ്ണൻ അത് നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് കൃഷ്ണൻ്റെ വിചാരം. നോക്കൂ, ഒരു ചോദ്യം ചോദിച്ചു, അതിന് എത്രയാ മറുപടി പറയുന്നതെന്ന്. അത് കൃഷ്ണ പരമാത്മാവാണ്. ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തിരുന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ മുമ്പിലുള്ള ആൾ ശിഷ്യനാണ്. അപ്പോൾ ശിഷ്യന് ഗുരുവിനോട് നല്ല അവകാശവും അധികാരവും. എന്തിനുള്ള അവകാശവും അധികാരവും? ശിഷ്യൻ്റെ മനസ്സിൽ എന്ത് സംശയവും വിഷമവും ഭ്രമവും വന്നാലും അത് തീർത്തു കൊടുക്കാൻ നിർബന്ധിക്കാനുള്ള ഒരു അവകാശവും അധികാരവും ശിഷ്യനുണ്ട്. ഞാൻ നിൻ്റെ സംശയം ഉൾക്കൊള്ളുന്നില്ല, തീർത്തു തരില്ല എന്ന് പറഞ്ഞ് ഗുരു ഒഴിവാവാൻ പറ്റില്ല. അത് കൃഷ്ണന് നല്ലപോലെ അറിയാം. അപ്പോൾ ചോദിച്ച ചോദ്യം 10 അക്ഷരമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും പറയുന്ന മറുപടി 100-200 അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ സംസാരം ഒരു വലിയ ഒരു വൃക്ഷമാണ്, പുരാണമാണെന്ന് പറഞ്ഞുവല്ലോ, വളരെ പഴക്കമുള്ളത്. അതിന് ദ്വേ ബീജേ അസ്യ വൃക്ഷസ്യ, ഈ വൃക്ഷത്തിന് 2 വിത്തുകളാണത്രേ. ഏതാ ഈ വിത്തുകൾ? പാപം, പുണ്യം. ഇതിനെപ്പറ്റി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞാലും ആവർത്തിക്കാൻ പറ്റില്ല. ആവർത്തനം റെപ്പറ്റീഷൻ ഈസ് ദ കോർ ഓഫ് സക്സസ്ഫുൾ ടീച്ചിങ്. പഠിപ്പിക്കുന്നത് നന്നാവണമെങ്കിൽ പഠിച്ച സംഗതികളെ പല പ്രകാരത്തിലുമായി പല സംബന്ധങ്ങളോടുകൂടി പ്രസക്തമായ സ്ഥലത്തൊക്കെ ആവർത്തിച്ച് പറയണം. അപ്പോൾ പാപവും പുണ്യവുമാണ് 2 ഫലങ്ങൾ. പുരാണ ഭാഷയിൽ എന്താ പറയുക? പാപവും പുണ്യവും. പുണ്യം കൂടി പാപം കുറഞ്ഞാൽ ദേവന്മാരുടെ ജന്മാണത്രേ. പാപം കൂടി പുണ്യം കുറഞ്ഞാൽ മൃഗപക്ഷികളായിട്ടാണ് ജനിക്കുക. പാപവും പുണ്യവും തുല്യമാവുമ്പോഴാണ് മനുഷ്യജന്മം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർവ്വ മനുഷ്യർക്കും പാപപുണ്യം തുല്യമാണെന്ന്. ഇനി നിങ്ങൾ പറയുമോ ഞാൻ പാപിയാണെന്ന്? മിണ്ടരുത്. പാപവും പുണ്യവും തുല്യമാവുമ്പോഴാണ് മനുഷ്യജന്മം. ഒരു പണക്കാരൻ കൂടുതൽ പുണ്യവാനല്ല, പണമില്ലാത്ത ആൾ കൂടുതൽ പാപിയല്ല. എല്ലാവരിലും പാപവും പുണ്യവും തുല്യമാണ്. അതുകൊണ്ട് മനസ്സിനെ പരിശോധിച്ചാൽ അറിയാം ഇവർക്ക് സുഖദുഃഖങ്ങളും തുല്യമാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മാത്രാസ്പർശങ്ങളാണ് ജീവിതം. ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും കൂടിയിട്ടുള്ള നിരന്തര സമ്പർക്കമാണ് ജീവിതത്തിൻ്റെ ഉള്ളടക്കം. അതെപ്പോഴും സുഖദുഃഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ സുഖദുഃഖങ്ങളില്ലാത്തവരാരുമില്ല, അത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ഇത് രണ്ടുമില്ലാത്തൊരു നില വേണമെങ്കിൽ നമ്മൾ തേടി പ്രയത്നിച്ച് സമ്പാദിക്കണം. അതുമാതിരി നിങ്ങളുടെ ജീവിതത്തിൽ പാപം ഒഴിവാവാൻ പോണില്ല, പുണ്യവും ഒഴിവാവില്ല. ഇനി എന്താണ് വഴി? ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ. നമ്മുടെ ബുദ്ധിയെ യുക്തമാക്കി നിർത്തി സുഹൃതവും ദുഷ്കൃതവും 2ഉം വേണ്ട എനിക്ക്. ദുഷ്കൃതത്തിന് പേടിയില്ല, സുഹൃതത്തിന് ആശയമില്ല, 2ന്റെ മുകളിൽ എത്തിച്ചേരുക. ഇതാണ് നമുക്ക് വേണ്ടത്. പാപവും പുണ്യവും 2 ഭാണ്ഡവും അങ്ങോട്ട് വിടുക, എന്നിട്ട് നിർമുക്തനായിട്ടിരിക്കുക. അതാണ് ഇവിടെ സാധിക്കുക.